ഹായ് ഹലോ മക്കളെ, ഇറ്റ്സ് മീ നജീബ് സാർ ആൻഡ് വെൽക്കം ബാക്ക് ടു മാത്സിഡോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. മുൻപത്തെ ക്ലാസ്സിലൊക്കെ എല്ലാ കുട്ടികളും പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ മലയാളം മീഡിയത്തിന് നോട്ട് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയൊരു കംപ്ലൈൻറ്റ് അല്ല, ഒരു സജഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഈ ചാപ്റ്റർ മുതൽ എല്ലാ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം മീഡിയത്തിൻ്റെ നോട്ടും ലൈൻ ബൈ ലൈനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ എന്ത് ചെയ്യുക, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് നീക്കാം. ഉപഭോക്താവ്, അവകാശങ്ങളും സംരക്ഷണവും. ഓക്കെയാണ് ചാപ്റ്റർ 4 ജിയോഗ്രഫി. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, എ മാർക്കറ്റ്. എന്താണ് മാർക്കറ്റ്? എന്താ മാർക്കറ്റ്? ഞാൻ നിങ്ങളൊക്കെ മാർക്കറ്റിൽ പോകുന്നല്ലേ? എന്താ മാർക്കറ്റ്? അതായത് നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോകും. അവിടെ നമ്മൾ സാധനം വാങ്ങും, നമ്മളവിടെ പോയി നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങും, തിരിച്ചു വരും. ഓൺലൈനാണ് നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുക്കും, സാധനം വാങ്ങും, ഓർഡർ ചെയ്യും, നമ്മൾ വീട്ടിൽ കൊണ്ടുതരും. അതായത് വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി അല്ലെങ്കിൽ കമ്പോളം. ഓക്കെ ആണ്. ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ നോക്കുക. ഇറ്റ്സ് എ പ്ലേസ് വെയർ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എസ്റ്റാബ്ലിഷ് ക്ലോസ് ലിങ്ക്സ്. അതായത് വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക് അല്ല, ജസ്റ്റ് നമ്മളെ ഇൻട്രോയിൽ പറയുന്നൊരു കാര്യം മാത്രമാണ്. റെഡിയാണ്? അപ്പോൾ എന്താണ് മാർക്കറ്റ്? ക്ലിയർ ആണല്ലോ. വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും എന്ത് ചെയ്യാം, ഒരുമിച്ച് കൂടുന്ന മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി അല്ലെങ്കിൽ കമ്പോളം. ഓക്കെ, റെഡി? നെക്സ്റ്റ്, കൺസെപ്ഷൻ. എന്താണ് കൺസെപ്ഷൻ അഥവാ ഉപഭോഗം? എന്താണ് ഉപഭോഗം? എന്താണ് കൺസെപ്ഷൻ? ശ്രദ്ധിച്ചോട്ടോ, എന്താണ് കൺസെപ്ഷൻ? നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വീട്ടിലുണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മളെ സാധനം വാങ്ങാനൊക്കെ പറഞ്ഞേക്കും. നമ്മളെന്ത് ചെയ്യും, പൈസ കൊണ്ട് സാധനം വാങ്ങാൻ പോയി, നമ്മുടെ പൈസ കൊടുക്കുന്നു, ആ സാധനം വാങ്ങുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു, വീട്ടിൽ വരുന്നു. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനം വാങ്ങാൻ പോവാം. റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും, കൺസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫുൾഫിൽ വൺസ് നീഡ്സ്. അതായത് ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഉപഭോഗം. ഓക്കെ, റെഡി? നമ്മളൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാധനം വാങ്ങി നമ്മളത് ഉപയോഗിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കൺസെപ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗം. അടുത്തൊരു ടേമാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഡെഫിനിഷനാണ്. എന്താണ് കൺസ്യൂമർ? ശ്രദ്ധിച്ചോട്ടോ, ഡെഫിനിഷൻ ടെക്സ്റ്റ് ഇത് നോക്കണ്ട, PDF നോക്കണ്ട, നേരെ ഇവിടെ ശ്രദ്ധിക്കാം. കൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്തു, ഒരു സാധനം വാങ്ങാൻ പോയി. നമ്മളിപ്പോൾ ഒരു 30 രൂപ കയ്യിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാധനം വാങ്ങാൻ പോയി, സാധനം വാങ്ങി തിരിച്ചു വന്നു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഫോൺ വാങ്ങാൻ പോയ കഥ ആലോചിക്കാം. ഫോൺ വാങ്ങാൻ പോയ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തില്ല, ഫുള്ള് അമൗണ്ട് പൈസ കൊടുക്കാനില്ല. നിങ്ങൾ എന്താ ചെയ്യുക, EMI എടുക്കും. റെഡി അല്ലേ? EMI എടുക്കുന്ന സമയത്ത് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. എന്ത് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ കൊടുക്കാമെന്നൊരു എഗ്രിമെൻ്റ് ആക്കിയിട്ട് എല്ലാ മാസവും എന്ത് ചെയ്യുക, 2-ാം തീയതി ആകുമ്പോൾ അടയ്ക്കാമെന്നൊരു എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്തു, ആ സാധനം വാങ്ങിയിട്ട് പോരും. നിങ്ങൾ പൈസ കൊടുത്തില്ല വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുമോ? ഇല്ല, നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. റെഡിയാണേ? അപ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങി. 2ാമത്തെ കേസോ, പൈസ കൊടുക്കാം, അതായത് എല്ലാ മാസവും എന്ത് ചെയ്യുക, 1-ാം തീയതി ആകുമ്പോൾ ഞാൻ പൈസ തരാമെന്നുള്ള എഗ്രിമെൻറ്റിൽ നമ്മളൊരു സാധനം വാങ്ങി. രണ്ടായാലും നമ്മൾ ഉപയോഗിക്കുമല്ലോ, പൈസ കൊടുത്തത് ഉപയോഗിക്കും, പൈസ കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൽ ഉപയോഗിക്കും. അങ്ങനെ പൈസ കൊടുത്തിട്ടോ, അതായത് പ്രൈസ് കൊടുത്തിട്ടോ, വില കൊടുത്തിട്ടോ, അല്ലെങ്കിൽ കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിലോ, ഓക്കെ, കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ്, ഒരു കരാറിൻ്റെ പുറത്തോ ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ്. ശ്രദ്ധിച്ചോ, ഇനി നോക്കുക, സൈഡ് നോക്കുക. കൺസ്യൂമർ ഈസ് സമ്മൺ ഹൂ ബൈസ് ആൻഡ് യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രൈസ് ഓർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ്. ആ ടേമാണ് ശ്രദ്ധിക്കേണ്ടത്, ഫോർ എ പ്രൈസ് ഓർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ്. എന്താണ്? വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ. ഓക്കെ ആണ്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്യൂമർ. ഇങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കൺസെപ്ഷൻ. ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് മാർക്കറ്റ് അഥവാ വിപണി അല്ലെങ്കിൽ കമ്പോളം. അപ്പോൾ കൺസ്യൂമർ, കൺസെപ്ഷൻ, മാർക്കറ്റ്. എന്താണ്? വിപണി, ഉപഭോഗം ആൻഡ് ഉപഭോക്താവ്. 3 ടേംസ് ക്ലിയർ ആണ്? റെഡിയാണ്? അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് ഈ ടോപ്പിക്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് സാധനം വാങ്ങിയാൽ, നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനം കടയിൽ പോയിട്ട് സാധനം വാങ്ങി ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുകയാണ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെയാണ്? നമ്മൾ എന്ത് ചെയ്തു, ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഫുഡ് കഴിക്കുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പെന്നുകൊണ്ട് വാങ്ങിയിട്ട് എഴുതുന്നത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം
നമുക്ക് കൺസ്യൂമറിന് ഉപഭോക്താവിന് എന്തെങ്കിലും ഒരു സാധനമോ ഒരു സേവനമോ നമുക്കൊരു സർവീസ് കിട്ടും. നമ്മളിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയാൽ നമുക്ക് ഡോക്ടറെ കാണിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ, ഒരു ഹാപ്പിനെസ് കിട്ടൂലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു പുറത്തോട്ട് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു നമ്മളെ പർപ്പസ് മീറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഇതിന് കൺസ്യൂമർ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സോ സർവീസോ സാധനങ്ങളോ സേവനങ്ങളോ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? കൺസ്യൂമറിന് അഥവാ ഉപഭോക്താവിന് അത് ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ. അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺസ് മെൻ്റൽ സ്റ്റേറ്റ്. അതെന്താണ്? ഓരോ വ്യക്തിഗതവും ഓരോരുത്തരുടെ മാനസികാവസ്ഥയും ആശ്രയിച്ചിരിക്കുന്നു. എന്താ സംഭവം? എന്താ പറഞ്ഞ് അടങ്ങൾക്കും ഇൻ്റെതും ഹാപ്പിനെസ് സെയിം ആയിരിക്കുമോ? അല്ല. എൻ്റെ നിങ്ങളെ നീഡ്സ് സെയിം ആണോ? അല്ല. നമുക്ക് രണ്ടാൾക്കും ഒരേ സാധനം കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും ഒരേ ഹാപ്പിനെസ് ആണോ കിട്ടുക? അല്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടുതൽ ഹാപ്പിനെസ് കിട്ടും, എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ കുറച്ച് ഹാപ്പിനെസ്സേ കിട്ടുള്ളൂ. ഓക്കെ ആണ്, റെഡിയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പേര് എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് വെക്കണം. ആൽഫ്രഡ് മാർഷൽ. എന്താ പേര്? ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന പേരൊന്ന് അവിടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ക്വസ്റ്റ്യൻ വരും. ഓക്കെ, 1 മാർക്കിനൊക്കെ വരുന്നതാണ്. അതായത് നമ്മൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനും യൂട്ടിലിറ്റി പറയുന്നത് എടുക്കാൻ പോകുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യട്ട സയൻറ്റിസ്റ്റിൻ്റെ പേര്, ശാസ്ത്രജ്ഞൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ആൽഫ്രഡ് മാർഷൽ. 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആരാണ് ഈ യൂട്ടിലിറ്റി അല്ലെങ്കിൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ യൂട്ടിലിറ്റി തിയറി ഏത് പേരല്ലേ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ഒരു ഡൗട്ടും വേണ്ട, ക്ലിയർ ആക്കി തരും. അപ്പം ഏത് ടോപ്പിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെ ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ്രഡ് മാർഷൽ. ഓക്കെ ആണ്. അപ്പം ഈ 4 ഓപ്ഷൻ ഉണ്ടാവും. ഇതുപോലത്തെ കുറേ സെയിം ആൽഫ്രഡ് ജോൺ മാർഷൽ എന്തും ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യണം? മാറിപ്പോകരുത്. ആൽഫ്രഡ് മാർഷൽ അല്ലെങ്കിൽ ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, റെഡി. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത. സ്ലൈഡ് നോക്കണം, ഇവിടെ ശ്രദ്ധിക്കാം. എന്താണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത? നമ്മളൊരു സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത. ഡെഫിനേഷൻ നോക്കിയോ. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ ഗുഡ്. എന്താണ്? ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയാണ് ഉപയുക്തത. ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തിയെ നമ്മളൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യൂട്ടിലിറ്റി എന്ന് പറയും. അതിൻ്റെ യൂണിറ്റാണ് യൂട്ടിൽസ്. എന്താ യൂണിറ്റിൻ്റെ പ്രത്യേകത? നമ്മളിപ്പോൾ ദൂരത്തൊക്കെ പോയെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടി അല്ലെങ്കിൽ ഇത്ര മീറ്റർ ഓടി അല്ലെങ്കിൽ എത്ര കിലോഗ്രാം എന്നൊക്കെ പറയില്ല. അതുപോലെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു എണ്ണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂട്ടിൽസ് എന്ന് പറയും. അതൊക്കെ പ്രാക്ടിക്കലി കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പഠിക്കാൻ വേണ്ടി തിയററ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിൽസ് വെച്ചിട്ട് പറയാം. നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താ പറയുക? 10 യൂട്ടിൽസ് കിട്ടി. ശരിക്കും പ്രാക്ടിക്കലി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ആ തിയറിയിൽ. പക്ഷെ നമുക്ക് എന്ത് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് 10 യൂട്ടിൽസ് കിട്ടി. പക്ഷേ ഇത് ചെയ്തപ്പോൾ എനിക്ക് 5 യൂട്ടിൽസേ കിട്ടിയിട്ടുള്ളൂ. അഥവാ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? യൂട്ടിൽസിൻ്റെ എണ്ണം കുറവാണെന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ സംതൃപ്തിയെ യൂണിറ്റ് വെച്ചിട്ട് പറയുന്നതാണ് എന്ത്? യൂട്ടിലിറ്റി അഥവാ യൂട്ടിൽസ്. ഓക്കെ, ഉപയുക്തത അതിൻ്റെ യൂണിറ്റാണ് യൂട്ടിൽസ്. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി? ശ്രദ്ധിച്ചോ. ഇത് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ ഗുഡ്. ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുമ്പം നമുക്ക് കിട്ടുന്ന സംതൃപ്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി. ഓക്കെ ആണ്, റെഡിയാണ്. ഇനി ഇതിൽ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അഥവാ ഉപയുക്തതാവാദം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ മാച്ച് ദി ഫോളോയിങ്ങിൽ ക്വസ്റ്റ്യൻ കോമൺലി വരുന്നൊരു സാധനമാണ്. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി? അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ശരിക്കും നോർമലി നമ്മൾ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഒരു സാധനം കഴിച്ചിട്ട് ഇത്ര കിട്ടി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമിക്സ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നമുക്ക് എണ്ണം വെച്ചിട്ട് നമുക്ക് ഇത്ര 10 കിട്ടി, 15 സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അല്ലെങ്കിൽ 20 സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ആൽഫ്രഡ് മാർഷലായിരുന്നു. ആ തിയറിയാണ് ഏത്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അഥവാ ഉപയുക്തതാവാദം. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു സൈഡിൽ എന്തുണ്ടാവും? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉണ്ടാവും, ഇപ്പുറത്ത് എന്തുണ്ടാവും? യൂട്ടിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഉപയുക്തതാവാദവും ഉപയുക്തതയുണ്ടാവും, അല്ലെങ്കിൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനും കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉണ്ടാവും. ഓക്കെ, മാച്ച് ദി ഫോളോയിങ്ങിൽ തെറ്റിപ്പോകാൻ പാടില്ല. ഓക്കെ, റെഡിയാണ്. എന്താ? It states that the satisfaction derived by consumer through the consumption of goods and services can be quantified by using cardinal numbers. എന്താണ് കാർഡിനൽ നമ്പേഴ്സ്? ഒന്നുമില്ല, എണ്ണൽ സംഖ്യകൾ. 1, 2, 3, 4 എന്നൊക്കെ പറയുന്ന പോലെ എണ്ണൽ സംഖ്യകൾ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടുന്ന സംതൃപ്തിയെ അളക്കാൻ പറ്റും എന്ന് പറയുന്ന തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അല്ലെങ്കിൽ ഉപയുക്തതാവാദം. ഈ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോട്ടോ. ഇതും ഓക്കെ, ആദ്യം
കള്ളി വരച്ചിട്ട് പറയാൻ പോകും. റെഡിയാണ്? നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരം കുഴങ്ങി വീട്ടിലെത്തി. ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ സ്ഥിര എക്സാമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ കുഴങ്ങി എത്തിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് തന്നു. ശ്രദ്ധിച്ചോ, നമുക്ക് നമ്പർ ഓഫ് ഗ്ലാസ് ആണ്, മാർജിൻ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി. ഇതെന്താ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ലിയർ ആവും. റെഡിയാണ്? റെഡി? ശ്രദ്ധിച്ചോ. ഓക്കെ, ഫസ്റ്റ് ഗ്ലാസ് നേരെ ഫസ്റ്റ് ഒരു ഗ്ലാസ് നമുക്ക് ജ്യൂസ് കൊണ്ട് തന്നു. നമുക്ക് നല്ല സന്തോഷം. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു, ഒരു മാങ്ങ ജ്യൂസ് കൊണ്ട് തന്നു വിചാരിക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് നല്ല സന്തോഷം കിട്ടൂലേ? അത് നമ്മൾ 20 നാട്ട് കണക്കൂട്ടി, അല്ല വേണ്ട 10 മതി, 10 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖം, 10 കണക്കൂട്ടി. ഓക്കെ, റെഡിയാണേ? നമുക്ക് ഫസ്റ്റ് ക്ലാസ് കുടിച്ച സമയത്ത് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഒരെണ്ണത്തിൻ്റെ രൂപത്തിൽ പറയാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇമാജിൻ. ഓക്കെ, അപ്പം നമുക്ക് ആകെ കിട്ടിയത് എത്രയാണ്? 10. റെഡി? രണ്ടാമത്തെ ഒരു ഗ്ലാസ് കൂടി എന്ത് ചെയ്തു, നമ്മൾ കൊണ്ടു തന്നു. കുഴപ്പമില്ല, നമുക്ക് കുടിക്കാമല്ലോ, ഒരു ഗ്ലാസ് കൂടി കുടിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, പക്ഷെ നമുക്ക് ആദ്യത്തെ ഗ്ലാസ് കുടിച്ച് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ, അല്ല അത്ര സംതൃപ്തി കിട്ടുമോ? ഇല്ല. രണ്ടാമത് നമുക്ക് എത്രയേ കിട്ടുള്ളൂ? കിട്ടില്ല. കാരണം ആദ്യത്തിന് കുടിച്ച് നമുക്ക് അതൊന്നും ആവശ്യമുണ്ട്, എങ്ങനെയെങ്കിലും അത് വെള്ളം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് അത്ര കുഴപ്പമില്ല, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയേ കിട്ടുള്ളൂ? കിട്ടില്ല. പക്ഷേ ആകെ എത്ര കിട്ടി? 17 കിട്ടി. മൂന്നാമത്തെ ഒരു ഗ്ലാസ് കൂടി കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് വേണമെന്നില്ല, പക്ഷേ പിന്നെ രസമല്ലേ, നമ്മൾ തന്നുള്ള വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അതുകൂടി കുടിക്കും. പക്ഷെ നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? അതിന് 4 യൂട്ടിലിറ്റിയേ കിട്ടുള്ളൂ, 4 സാറ്റിസ്ഫാക്ഷനേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ എത്രയായി? 17 + 4 = 21. ശ്രദ്ധിച്ചോ. പിന്നെ ഒരു ഗ്ലാസ് കൂടി കൊണ്ട് തന്നു, ഒരു ഗ്ലാസ് കൂടി തന്നേ, 4ാമത്തെ ഗ്ലാസ്സായി. 4ാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ നമുക്ക് കുഴപ്പമില്ല, സന്തോഷമില്ല, സങ്കടമില്ല, ഒരു ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ടോട്ടൽ മാറ്റം ഉണ്ടായോ? ഇല്ല, ടോട്ടൽ 21. ഈ ടോട്ടലും മാർജിൻ ഞാൻ അടുത്ത ടോപ്പിക്ക് പറയാനുള്ള കേട്ടോ, അതിന് മുന്നേ ഈ എക്സാമ്പിൾ ക്ലാരിഫൈ ചെയ്യാണ്. ശ്രദ്ധിച്ചോ, ഒരു ഗ്ലാസ് കൂടി തന്നു. ഓക്കെ, 5ാമത്തെ വലിയ ഗ്ലാസ് ജ്യൂസാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. നമ്മളത് കുടിച്ചു, നമ്മൾ എന്ത് ചെയ്തു, ഛർദ്ദിച്ചു അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്തു. നെഗറ്റീവായില്ലേ? ഇതുവരെ നമ്മളിങ്ങനെ കുടിച്ച് സന്തോഷം കിട്ടി വന്നിട്ട് വേണ്ടാതായി, നമുക്ക് ജ്യൂസിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമ്മളിത് കുടിച്ചു, വൊമിറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു, അത് -ആയിപ്പോയി. ഇതുവരെ കിട്ടിയ സന്തോഷം നമുക്ക് എന്ത് ചെയ്തു, അത് കുടിച്ചപ്പോൾ അതങ്ങ് പോവുകയും ചെയ്തു, ഒരു -2. നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കിട്ടിയതുമില്ല, ആകെ ഇടങ്ങാറാവുകയും ചെയ്തു. അപ്പോൾ എത്ര? 21 എന്നുള്ളത് എത്രയായി പോവും? 19 പോവും. ഇതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക്. ശ്രദ്ധിച്ചോട്ടോ, അടിപൊളി ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കായി. എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എക്സാമിന് നിർബന്ധ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത, ടോട്ടൽ യൂട്ടിലിറ്റി അഥവാ മൊത്ത ഉപയുക്തത. ശ്രദ്ധിച്ചോട്ടോ, എന്താണ് സീമാന്ത ഉപയുക്തതയും മൊത്തം ഉപയുക്തതയും അഥവാ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോ. മാർജിനൽ യൂട്ടിലിറ്റി, നമ്മൾ ഒരു ഗ്ലാസ് എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് 10 യൂട്ടിലിറ്റി. നമുക്ക് ആകെ കിട്ടിയത് എത്ര? 10 യൂട്ടിലിറ്റി. രണ്ടാമത്തെ ഒരു ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഗ്ലാസ് ജ്യൂസ് കുടിച്ച സമയത്ത് നമുക്ക് എത്ര കിട്ടി? കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എന്ത് ആകെ എത്ര വരും? ആദ്യത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ കിട്ടിയ 10ഉം രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ കിട്ടിയ 7ഉം അടക്കം ടോട്ടൽ എത്ര കിട്ടി? 17 യൂട്ടിലിറ്റി കിട്ടി, അഥവാ 17 ഉപയുക്തത കിട്ടി. ഓക്കെ, റെഡിയാണ്? അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ മാത്രം കിട്ടിയത് ആണ്, പക്ഷേ രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത് എത്രയാണ്? 17 ആണ്. ഓക്കെ, ഇതേ പരിപാടി എന്ത് ചെയ്യാം, മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ഗ്ലാസ് നമ്മൾ കുടിച്ചു, എത്ര? മൂന്നാമത്തെ ഗ്ലാസ് മാത്രം കുടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 4 യൂട്ടിലിറ്റി. ടോട്ടലോ നേരത്തെ ഓൾറെഡി നമുക്ക് 2 ഗ്ലാസ് കുടിച്ചതിൻ്റെ 17 ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 4 കൂടി എത്രയായി? 21 യൂട്ടിലിറ്റി ആയി. വ്യത്യാസം മനസ്സിലായി? നമ്മൾ ഒറ്റ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന് മാത്രം നമ്മൾ പറയും മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തത. കാണപ്പാടം പഠിക്കരുത്, കാരണം ക്വസ്റ്റ്യൻ വരുന്ന എക്സാമ്പിൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ആയിരിക്കില്ല, നമ്മൾ പറയുന്ന ഓർഡറിലായിരിക്കില്ല. എന്ത് ചെയ്യുക, ചിലപ്പം ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി തരും, പിന്നെന്ത് ചെയ്യും, മാർജിനൽ യൂട്ടിലിറ്റി. ആദ്യം എന്ത് ചെയ്യും, മൊത്തം ഉപയുക്തത, പിന്നെന്ത് ചെയ്യും, സീമാന്ത ഉപയുക്തത. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ബൈഹാർട്ട് പഠിക്കുന്നത് സാധനം എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയിട്ട് പക്കയായിട്ട് പഠിച്ചു വെക്കുക. റെഡി? അപ്പോൾ എന്താണ് 4 ഇത് മാർജിനൽ യൂട്ടിലിറ്റി. മൂന്നാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ മാത്രം കിട്ടിയത് 4 യൂട്ടിലിറ്റിയാണ്. അതുവരെ നമുക്ക് ആകെ കിട്ടിയത് ആദ്യം കിട്ടിയതിൻ്റെ 17 ഉണ്ട്, +4, 17 + 4 വരും, 21 വരും. ഓക്കെ ആണ്? റെഡിയാണ്? അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 21 വരും. ഹോൾഡ് ചെയ്ത് വെച്ചോട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പം ബാക്കി നോക്കാം.
ഓക്കെ, നമ്മൾ പറഞ്ഞത് ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായിരുന്നു മൊത്തം ഉപയുക്തത അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി? അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് വെൻ ഹി കണ്ടിന്യൂസ്ലി കൺസ്യൂം സെവറൽ യൂണിറ്റ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. അതായത് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തുടർച്ചയായിട്ട് കൺസ്യൂം ചെയ്യുമ്പം അയാൾക്ക് ആകെ കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആകെ കിട്ടുന്ന സംതൃപ്തി നമ്മൾ പറയും മൊത്തം ഉപയുക്തത അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ദാറ്റ് ഒക്കേഴ്സ് വെൻ വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ് ഈസ് കോൾഡ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റ് ഉപയോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്തത അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ആ ഡെഫിനിഷൻ കുറച്ച് ടഫായി തോന്നുന്നില്ലേ? നമ്മൾ നേരത്തെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഈസ് കൺസ്യൂംഡ്. ശ്രദ്ധിച്ചോട്ടോ, അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. നേരത്തെ നമ്മൾ സെയിം എക്സാമ്പിൾ എടുക്കുക. ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി നോക്കുക. എന്താ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി? 10 ഉള്ളത് 17 ആയി. അപ്പോൾ ഉണ്ടായ ചേഞ്ച് എത്രയാ? 7. രണ്ടാമത് അഡീഷണൽ ഉപയോഗിച്ചപ്പോൾ കിട്ടിയത് എത്രയാ? 7. അപ്പോൾ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് 10 എന്നുള്ളത് ആദ്യത്തെ ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചപ്പോൾ എത്രയായി ടോട്ടൽ? 10 ഉള്ളത് 17 ആയി. അപ്പോൾ വ്യത്യാസം ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി 10 ഉള്ളത് 17 ആകുമ്പോഴുള്ള വ്യത്യാസം എത്രയാ? 7 അല്ലെങ്കിൽ 7. അതാണ് അത് ഒരു അഡീഷണൽ യൂണിറ്റ്. ഒരു ഗ്ലാസ് ഉള്ളത് 2 ഗ്ലാസ് ആയ സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ അതായത് എന്താണ് മൊത്തം ഉപയുക്തതയിലുള്ളത് മാറ്റം 10 17 ആയി. ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ആയപ്പം ടോട്ടൽ 10 ഉള്ളത് 10 17 ആയി. ആ വ്യത്യാസമാണ് എ എന്ന് പറയുന്നത്. സിമ്പിൾ ഡെഫിനേഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് ചൊറഞ്ഞു കൊടുത്തതാണ്. ശരിക്കും എന്താ പറഞ്ഞാൽ മതി, ഒരു അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന മാത്രം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കൺസെപ്ഷൻ ആണെന്ന് പറയാം. അല്ലെ യൂട്ടിലിറ്റി ആണെന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. ഒറ്റ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രം കിട്ടുന്നത്. അത് അവരിലൂടെ ചുറ്റി പറഞ്ഞാണെന്ത്? ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന മാറ്റം വെൻ വൺ അഡീഷണൽ യൂണിറ്റ് ഈസ് കൺസ്യൂംഡ്. ഒരു അഡീഷണൽ 1 2 സമയത്ത് 1 2 ആകുമ്പോൾ ആകെ ഉണ്ടാകുന്നതിലുണ്ടാകുന്ന മാറ്റം. അതാണ് 10 17 ആയി 1 2 ആയി മാറ്റം. 10 17 ആകുമ്പോൾ മാറ്റം എ. അതാണെന്ത്? സീമാന്ത ഉപയുക്ത അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി. ക്വസ്റ്റൻ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ ചോദിക്കും, മൂന്നാമത്തെ ക്ലാസ് ഉപയോഗിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാ? 4. മൂന്നാമത്തെ ക്ലാസ് ഉപയോഗിച്ച സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ? 21. വ്യത്യാസം കിട്ടണേ. ചിലപ്പോൾ എന്ത് ചെയ്യും, ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ ഈ തന്ന കോളം അങ്ങനെ തിരിച്ചു തരും. ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത തരും. ഇവിടെ എന്ത് ചെയ്യും? മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തത തരും. എങ്ങനെ വേണമെങ്കിലും തരാം. അതെന്ത് ചെയ്യും? ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു പോരുത്. ഓക്കെ, എന്താണ് സംഗതി? ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നതിന് മാർജിനൽ എന്നും ആകെ കിട്ടുന്നതിന് നമ്മൾ പറയുന്നത് ടോട്ടൽ എന്നും പറയും. ഓക്കെ, മൊത്തവും സീമാന്തയും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരൊറ്റ സാധനം മാത്രം തരും. നമ്മൾ ആലോചിക്കുക, മാർജിനൽ യൂട്ടിലിറ്റിന്റെ കോളം തന്നിട്ടേ ഇല്ല, ടോട്ടൽ യൂട്ടിലിറ്റി മാത്രം തന്നു. നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? 10 17 ആകുമ്പോൾ നമുക്ക് ഇവിടെ 10 എന്ത് ചെയ്തു? 10 17 ആയി. വ്യത്യാസത്തിൽ എ ഇവിടെ നമുക്ക് എഴുതി കൊടുത്തുകൂടാ മാർജിനൽ യൂട്ടിലിറ്റി. 10 ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 10 17 ആകുമ്പോൾ എ. പിന്നെ എന്ത് ചെയ്തു? ഇത് ഈ കള്ളി മാത്രം തന്നെന്ന് വിചാരിക്കും. ഈ കള്ളിയും നമ്പർ ഓഫ് ഗ്ലാസിന്റെ കള്ളിയും മാത്രം തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? 10 17 ആയപ്പം വ്യത്യാസം എ ഇവിടെ എഴുതി കൊടുക്കുക. 17 21 ആയപ്പം വ്യത്യാസം എ എഴുതി കൊടുക്കുക. 21 21 ആയി അപ്പോൾ വ്യത്യാസം 0. ഓക്കെ, അപ്പം ആ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും? മാർജിനൽ യൂട്ടിലിറ്റിയും നമ്പർ ഓഫ് ഗ്ലാസും മാത്രം തരും. ഇത് തരൂല, ടോട്ടൽ യൂട്ടിലിറ്റിയുടെ കള്ളി തരൂല. എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കുക. 10ഉം എയും 10 മാത്രമുള്ളപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 10. 10ഉം എയും ആഡ് ചെയ്ത് കൊടുക്കുക. 17 17 4 21. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ കള്ളി ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ കള്ളി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്കൊരു ഐഡിയ ഉണ്ടാവണം എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി, എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി. കിട്ടൂലേ? ക്ലിയർ അല്ലേ? റെഡി? നമ്മൾ പഠിക്കാൻ നോക്കുന്നത് ഈ ഗ്രാഫ് തരും. ഈ ഗ്രാഫ് എക്സാമിന് വരും. ശ്രദ്ധിച്ചോട്ടോ, നോക്കി മാർക്ക് ചെയ്ത് വെച്ചോളൂ, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഈ യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ എന്തായാലും വരും. അപ്പോൾ ഈ ഗ്രാഫ് എന്ത് ചെയ്യണം? ഒരു ഐഡിയ വേണം. ഈ ഗ്രാഫ് ഇങ്ങ് തന്നു കഴിഞ്ഞാൽ ഇതെന്താണ് സാധനം? ഈ ഓറഞ്ച് കളർ കണ്ടോ? എന്താണ്? ടെക്സ്റ്റ് നിങ്ങളെ ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടാവില്ല, ഓറഞ്ച് കളർ ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കാറോ. അപ്പോൾ എന്തായിരിക്കും ഇത്? ഓറഞ്ച് കളർ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്ന ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരുന്ന ടോട്ടൽ യൂട്ടിലിറ്റി. എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോൾ താഴോട്ട് പോയി. നമ്മളെ കള്ളി ശ്രദ്ധിച്ചു. നമ്മൾ എന്താണ്? 10 17 ആയി, 17 21 ആയി, 21 21 ആയി, പിന്നെ 19ലേക്കാണ് പോകണത്. കാരണം എന്താ? ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടോട്ടൽ യൂട്ടിലിറ്റി താഴോട്ട് പോലെ. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എന്തായി പോയി? താഴോട്ട് പോയി. ഇതേ സെയിം സാധനം എന്ത് ചെയ്യാം? മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയോഗം നോക്കുക. ആദ്യം കിട്ടിയ എത്ര? 10 കിട്ടി, പിന്നെ 7 കിട്ടി, പിന്നെ 4 കിട്ടിയത്, പിന്നെ 0 കിട്ടിയത്, പിന്നെ -2. ഓരോ അഡീഷണൽ ഗ്ലാസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരിക. കാരണം എന്താ? നമുക്ക് ആവശ്യമില്ല. ഓരോ ഗ്ലാസ് അഡീഷണൽ ഉപയോഗിക്കുന്ന സമയത്തും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ്. സോ ഓക്കെ, റെഡി? അപ്പോൾ ഈ ഗ്രാഫ് എന്താണെന്നുള്ളതിനും ഒരു ഐഡിയ വേണം. മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും കമ്പയർ ചെയ്യാനുള്ള ഗ്രാഫാണ്. ചിലപ്പോൾ ചോദിക്കും എയും ബിയും തരും. എ ഇവിടെ മാർക്ക് ചെയ്ത് തരും, എ ഇവിടെ മാർക്ക് ചെയ്യും, ഇവിടെ ബി ഇവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് ചോദിക്കും എ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? അപ്പോൾ ഇത് കൊടുക്കണം എ ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മൊത്തം ഉപയുക്തത, ബി എന്ത് ചെയ്യും?
സീമാന്ത ഉപയുക്തത അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എഴുതി കൊടുക്കാൻ പറ്റണം. ഓക്കെ ആണ്. ആ വ്യത്യാസം കിട്ടണ എന്ത് ചെയ്യണം, ഈ ഗ്രാഫ് ഒന്ന് നോക്കിയിട്ട് പോകണം. റെഡി. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ വിചാരിച്ച എക്സാമ്പിൾ ഒന്നും ആയിക്കോട്ടെ. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതാണ് ഞാൻ പറഞ്ഞത് ബൈ ഹാർട്ട് പഠിക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓറഞ്ച് കഴിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്ലാസിൻ്റെ എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയൊരു എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഐഡിയ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓരോ സാധനം അഡീഷണൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്, അതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, ആ ഒരു സാധനം ടോട്ടലും മാർജിനലും സീമാന്തയും മൊത്തം തമ്മിലുള്ള വ്യത്യാസം കിട്ടണം. റെഡി. നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പറഞ്ഞു. ഈ തിയറി വർക്ക് ആവണമെങ്കിൽ സാധനമാണ് പറഞ്ഞത്. എന്താണ് അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കള്ളിയൊന്നുമില്ല. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വലിയൊരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നടുക്കുന്നുണ്ട് ഞാൻ 2 അസംഷനും 3 ലിമിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ട്. ശ്രദ്ധിച്ചോ കേട്ടോ. ഇതിൽ എന്താണ് അനുമാനങ്ങൾ പരിമിതികൾ. അസംഷൻസ് എന്താണ്, അനുമാനങ്ങൾ എന്നാണ് പറയാം. ലിമിറ്റേഷൻ എന്തോരം പരിമിതികൾ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി ഉണ്ടോ, ഓരോ ഗ്ലാസ് 1 2 3 4 5 നമ്മുടെ ഗ്ലാസിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഓരോ ഗ്ലാസ് ഉപയോഗിക്കും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരിക. ആദ്യം 10 കിട്ടി, കാരണം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ 7 ആയി, പിന്നെ 4 ആയി, പിന്നെ 0 ആയി, പിന്നെ എന്തായി -2 ആയി. നമുക്ക് ആവശ്യമില്ലാതെ ലാസ്റ്റിലേക്ക് നമുക്ക് വേണ്ടാതായി. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ്. അത് നമ്മളൊരു തിയറിയാക്കി പറയാൻ നമ്മൾ എന്ത് പറയും, മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ. അപജയ സീമാന്ത ഉപയുക്തത നിയമങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ചെറിയ കളിയായിട്ട് എക്സ്ട്രാ റീഡിംഗ് കൊടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഐഡിയ ഉണ്ടാക്കി വെക്കാം. റെഡി. എന്താണ് എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. നമുക്കിവിടെ ആ തിയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോട്ടോ, ഈ തിയറിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ അസംഷൻ ആൻഡ് ലിമിറ്റേഷൻ, ഈ തിയറിൻ്റെ അസംഷൻസും ലിമിറ്റേഷൻസും ആ തിയറി വർക്ക് ആവണമെന്നുള്ള കാര്യമാണ്. ഒന്നാമത് ചോദിച്ചോ, ഓൾ പ്രൊഡക്ട്സ് മസ്റ്റ് ബി സെയിം ക്വാളിറ്റി. എന്താണ് സെയിം ക്വാളിറ്റി ആയിരിക്കണം, അത് ഒരേ നിലവാരമുള്ളവയായിരിക്കണം. വേണ്ടേ? ഒന്നാമത്തെ ക്ലാസ് കുടിച്ച് രണ്ടാമത്തെ ക്ലാസ്സിന് കുറച്ചുകൂടി നല്ല ജ്യൂസ് കൊടുത്താൽ നമ്മൾ ഈ തിയറി വർക്കാവോ? നമ്മൾ തിയറി പറയാൻ എന്താ, രണ്ടാമത്തെ ക്ലാസ് കുടിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറയണം. ഒരേ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, നമ്മൾ തിയറി വർക്കാവുള്ളൂ. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ നല്ല ലൈറ്റ് ആയിട്ടുള്ള ജ്യൂസ് എന്ന്, രണ്ടാമത്തെ തിക്ക് ജ്യൂസ് എന്നൊക്കെ സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തെ ക്ലാസ് കുടിച്ചപ്പോൾ കൂടുക ചെയ്യാം. പക്ഷെ നമ്മുടെ തിയറി പ്രകാരം കുറയണം. അതിനെന്ത് ചെയ്യണം, സെയിം ക്വാളിറ്റി ആയിരിക്കണം. കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് ടേസ്റ്റ് ഡു നോട്ട് ചേഞ്ച്. നമ്മുടെ കയ്യിലുള്ള വരുമാനവും നമ്മുടെ ടേസ്റ്റും ഓക്കെ. ആദ്യത്തെ ക്ലാസ് കുടിച്ചപ്പോൾ നമ്മുടെ നാവിന് എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ക്ലാസ് കുടിച്ചപ്പോൾ നമ്മുടെ നാവിന് ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ തിയറി വർക്കാവും. കാരണം എന്താ, രണ്ടാമത്തെ ക്ലാസ് കുടിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടും. നമ്മുടെ തിയറി റോങ് ആയി പോലെ തെറ്റിപ്പോലെ. നമ്മളെന്താണ്, രണ്ടാമത്തെ ക്ലാസ് കുടിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയണം എന്ന് പറയുന്നത് നമ്മുടെ തിയറി വർക്കാണെങ്കിൽ നമ്മുടെ ടേസ്റ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ ആണ്. ടേസ്റ്റും നമ്മുടെ ഇൻകവും നമ്മുടെ വരുമാനം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. നമ്മൾ എല്ലാ ക്ലാസ് കുടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം നമുക്കൊരു പൈസ പെട്ടെന്ന് കിട്ടി, രണ്ടാമത്തെ ക്ലാസ് കുടിച്ചു, പിന്നെ നമുക്ക് തോന്നും അത് വേണ്ടേനും, അല്ല അത് വേണ്ടില്ല എന്നുള്ളില്ലേ. നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ amount അല്ലേ, ഒരു മനസ്സിന് കിട്ടുന്ന ഫീലിംഗ് അല്ലേ, അതിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം മാർക്ക് ചെയ്ത് വെക്കാം. രണ്ടാമത് 3 ലിമിറ്റേഷൻസ് ഉണ്ട്. കൺസെപ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. എന്താടാ, തുടർച്ചയായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ച് റൗണ്ട് ഒരു 10 കിലോമീറ്റർ ഓടി വന്നിട്ട് കുടിച്ചാലേ നമുക്ക് രണ്ടാമത്തെ ക്ലാസ് കുടിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടും. നമ്മുടെ തിയറി തെറ്റിപ്പോവും. നമുക്ക് പറയുമ്പോൾ രണ്ടാമത്തെ കുടിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറയണം. അപ്പോൾ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു ഗ്ലാസ് കുടിച്ചാൽ അടുത്ത് കുടിക്കണം, അല്ല ഒന്ന് കഴിച്ചാൽ അപ്പം അടുത്ത് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ തിയറി വർക്കാവുള്ളൂ. ദ യൂസ് ഓഫ് അതർ ഗുഡ്സ് മസ്റ്റ് ബി അസർട്ടൈൻഡ്. അതായത് മറ്റു വസ്തുക്കളുടെ ഉപയോഗം നിജപ്പെടുത്തിയിരിക്കണം. എന്താ പറഞ്ഞ്, എന്താ സംഭവം അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ ക്ലാസ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, ഷുഗർ ഇട്ടില്ല ജ്യൂസിലെ. രണ്ടാമത്തെ ക്ലാസ് വന്നപ്പോൾ ഷുഗർ ഇട്ട്. ഏതാ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, രണ്ടാമത്താ. അപ്പോൾ നമ്മൾ തിയറി തെറ്റിപ്പോയില്ലേ, രണ്ടാമത് കുടിച്ചപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടി. നമ്മൾ തിയറി പ്രകാരം രണ്ടാമത് കുടിച്ച സാറ്റിസ്ഫാക്ഷൻ കുറയണം. അപ്പോൾ എന്തായിരിക്കും, ആഡ് ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം. ആദ്യത്തിന് വിത്തൗട്ട് ആണ്, രണ്ടാമത്തെ വിത്തൗട്ട്. ആദ്യത്തെ ഷുഗർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഷുഗർ വേണം. ഓക്കെ ആണ്. മൂന്നാമത്തത് ദ യൂണിറ്റ് മസ്റ്റ് ബി ഫിക്സഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. എന്തായാലും നിശ്ചിത അളവിലും ഗുണനിലവാരത്തിലും ആയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ ഇത് ഒരു ഔൺസ് ഗ്ലാസ്സിൽ ഇത്രയുള്ള കുഞ്ഞു ഗ്ലാസ്സിൽ തന്നു, രണ്ടാമത്തെ ഇത് വലിയ ജ്യൂസ് ഗ്ലാസ്സിൽ തന്നു. വ്യത്യാസം ഉണ്ടല്ലേ, സാറ്റിസ്ഫാക്ഷൻ അതിനാ കിട്ടുക, രണ്ടാമത്തിനല്ലേ കിട്ടുക. അതായിരിക്കണം, തരുന്ന ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ തിയറി വർക്കാവുള്ളൂ. തിയറിന്റെ പേര് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അപജയ സീമാന്ത ഉപയുക്തത നിയമം. ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതിന്റെ അസംഷനും ലിമിറ്റേഷൻസും. ഇനിയിപ്പോൾ എക്സാമിന് എന്ത് ചെയ്തു, അസംഷൻസ് മാത്രം ചോദിച്ചു, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് മാത്രം ചോദിച്ചു. 2 മാർക്കാണ് ചോദിക്കുക. അപ്പോൾ എത്ര പോയിന്റ് എഴുതണം, 4 പോയിന്റ് എഴുതണം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്താൽ മാറ്റി എഴുതാൻ പറ്റും. ഈ 5 പോയിന്റും ഏതിന്, ലിമിറ്റേഷന് ചോദിച്ചാലും എഴുതാൻ പറ്റും, അസംഷന് ചോദിച്ചാലും എഴുതാൻ പറ്റും. 2 ആക്കി കൊടുത്തു നോക്കണ്ട, 2 കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഈ 5 പോയിന്റ്. ലിമിറ്റേഷൻസിന് എഴുതാം, അസംഷൻസ് എഴുതാം. കാരണം അനുമാനം നടക്കണമെങ്കിൽ എന്ത് വേണം, പരിമിതികൾ നടക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് 6 ടൈപ്പ് ഗുഡ് പഠിക്കാണ്ട്, ഗുഡിന്റെ എക്സാമ്പിൾ പഠിക്കാണ്ട്. പഠിച്ചു വെച്ചോ, ചോദിക്കും എന്താണ് ഗുഡ്, ഏത് ടൈപ്പ് ഗുഡാന്ന് ചോദിക്കും, അതിന് എക്സാമ്പിൾ ചോദിക്കും. അല്ലെങ്കിൽ എക്സാമ്പിളും ഗുഡും തരും, മാച്ച് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ എക്സാമ്പിൾ തരും, പിക്ക് ഏത് ടൈപ്പ് ഗുഡാണെന്ന് ചോദിക്കും. ഓക്കെ, മാച്ച് ദി ഫോളോയിങ്ങിൽ വരും. അപ്പോൾ ഒന്നാമത് സൗജന്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഫ്രീ ഗുഡ്സ്. ആ പേര് തന്നെ കേട്ടോ, ഫ്രീ ഗുഡ്സ്. എന്താ ഫ്രീ, നമുക്ക് വെറുതെ കിട്ടുന്ന സാധനങ്ങളാണ് ഫ്രീ ഗുഡ്സ് അല്ലെ. റെഡി അല്ലേ? എന്താണ് ഫ്രീ ഗുഡ്സ്? നമുക്ക് നാച്ചുറൽ ഭയങ്കര അബണ്ടന്റ് ആയിരിക്കണം, ധാരാളമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാവണം.
എന്താണ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയും വേണം. ഞാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റരുത്, നിങ്ങൾക്ക് കിട്ടുകൊണ്ട് എനിക്ക് കിട്ടാതിരിക്കരുത്. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ എന്താ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് സാധനം പക്കയായിട്ട് ക്ലിയർ ആവും. എയർ എഴുതി വെക്കണം കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കണേ. എയർ അഥവാ എന്താണ് വായു, എയർ അല്ലെങ്കിൽ സോറി അങ്ങോട്ട് മാറിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാം, എയറും സൺലൈറ്റും സൂര്യപ്രകാശം ടെക്സ്റ്റ് ബുക്കിൽ നല്ലോണം എഴുതി വെക്കട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതി വെക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, സൗജന്യ സാധനങ്ങൾ ഫ്രീ ഗുഡ്സ് ദോസ് ദാറ്റ് ആർ abundant in nature and are freely available to everyone. എടാ നാച്ചുറൽ അബണ്ടന്റ് ആണ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടണം. സൺലൈറ്റ്, എയർ ആർക്കെങ്കിലും ഫ്രീ അല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സൂര്യപ്രകാശം നിങ്ങൾക്ക് കിട്ടുകൊണ്ട് എനിക്ക് കിട്ടാതിരിക്കോ? ഇല്ല. അവിടെ അപ്പുറത്തെ വീട്ടിൽ കിട്ടുകൊണ്ട് ഇവിടെ കിട്ടാതിരിക്കോ? ഇല്ല. എല്ലാവർക്കും ഫ്രീ ആണ്, ഒരുപാടുണ്ട്. അതാണ് സൗജന്യ ഗുഡ്സ് അല്ലെങ്കിൽ ഫ്രീ ഗുഡ്സ്. രണ്ടാമത് എക്കണോമിക് ഗുഡ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങുന്ന ഏത് സാധനവും എക്കണോമിക് ഗുഡാണ്. നോമ്പർ ഡെഫിനിഷൻ സിമ്പിൾ. പൈസ കൊടുത്ത് വാങ്ങുന്ന, വില കൊടുത്ത് വാങ്ങുന്ന ഏത് സാധനം എന്താണ് എക്കണോമിക് ഗുഡാണ്, അഥവാ എക്കണോമിക് ഗുഡാണ്. എക്കണോമിക് സാധനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ഗുഡ്സ്. ഓക്കെ റെഡി. വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ദീസ് ആർ ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ പ്രൈസ്. പൈസ കൊടുത്തു വാങ്ങി ഉപയോഗിച്ചാൽ എന്താണ്, എക്സാമ്പിൾ എന്ത് ചെയ്തിരിക്കുക, ചെരുപ്പ്, പെന്ന്, ബാഗ് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം. പൈസ കൊടുത്ത് വാങ്ങിയാണോ എഴുതിക്കോ. ഫോണ്, പൗച്ച്, ബൈക്ക്, എന്താണ് പെന്ന്, ടാബ് എന്ത് വേണമെങ്കിലും എഴുതി കൂടെ. എക്കണോമിക് ഗുഡ് പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. റെഡി. മൂന്നാമത് കൺസ്യൂമർ ഗുഡ്. എന്താണ് കൺസ്യൂമർ ഗുഡ് അഥവാ ഉപഭോഗ സാധനങ്ങൾ? കൺസ്യൂമർ ഗുഡ്സ് ആർ ദ ഫൈനൽ ഗുഡ്സ് യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ടു സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അന്തിമമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോഗ വസ്തുക്കൾ. ഓക്കെ, നമ്മളൊരു സാധനം വാങ്ങി, നമ്മൾ ഉപയോഗിച്ചു. ചെരുപ്പ് വാങ്ങി, ചെരുപ്പ് ഇട്ട് ഉപയോഗിച്ചു. കൺസ്യൂമർ ഗുഡിൽ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക് ഗുഡിൽ എഴുതാം. ഓക്കെ, കൺസ്യൂമർ ഗുഡിൽ എഴുതാം, എക്കണോമിക് ഗുഡിൽ എഴുതാം. കോമൺ എക്സാമ്പിൾസ് ഉണ്ടാവും കേട്ടോ, അത് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കോമൺ ആയിട്ട് അങ്ങോട്ട് കിടക്കണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, കൺസ്യൂമർ ഗുഡ് അഥവാ ഉപഭോഗ സാധനങ്ങൾ. നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൺസ്യൂമർ ഗുഡിൽ എഴുതാം. ഓക്കെ, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ നോക്കി വെച്ചാൽ മതി. എൻ്റെ 2-3 എക്സാമ്പിൾസ് നിങ്ങളെല്ലാം ഇത് ചെരുപ്പ്, പെന്ന് നിങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചോ, അത് നമ്മൾ കൺസ്യൂമർ ഗുഡാണ്, ഉപഭോഗ വസ്തുവാണ്, ഉപഭോഗ സാധനമാണ്. റെഡിയാണ്. അടുത്തത് മൂലധന സാധനങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്. ആദ്യ ഡെഫിനിഷൻ പറയാം, എന്നിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇറ്റ്സ് എ ഫിസിക്കൽ പ്രൊഡക്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ പ്രൊഡക്റ്റ്. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ മൂലധന സാധനങ്ങൾ. ശ്രദ്ധിച്ചോട്ടോ, ചപ്പാത്തി കമ്പനി സാധനം വാങ്ങാൻ പോയി. നമ്മൾ ചപ്പാത്തി അല്ലേ വാങ്ങാം, ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ വാങ്ങൂലല്ലോ. അതാര് വാങ്ങിയതാ, മുതലാളി വാങ്ങിയല്ലേ. ആ മെഷീനാണ് എന്ത്, ക്യാപിറ്റൽ ഗുഡ്. ഓക്കെ, നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോയി, ചെരുപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ നമ്മൾ വാങ്ങും? ഇല്ല. അതാര് വാങ്ങും, ആ മുതലാളി വാങ്ങിയതല്ലേ, മൂപ്പര് വാങ്ങിയില്ല. അപ്പം നമ്മൾ വാങ്ങുന്ന ഒരു സാധനം ഉണ്ടാക്കുന്ന സാധനമാണ് എന്ത്, ക്യാപിറ്റൽ ഗുഡ്. എക്സാമ്പിൾ എഴുതി വെക്കുക, മെഷീൻസ്. എക്സാമ്പിൾ എഴുതി വെക്കണം, മെഷീൻസും ഫാക്ടറീസ്. മെഷീൻസ്, ഫാക്ടറീസ് എഴുതി വെക്കണേ. മെഷീൻസ് ആൻഡ് ഫാക്ടറീസ്, ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇറ്റ്സ് എ ഫിസിക്കൽ പ്രൊഡക്റ്റ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ പ്രൊഡക്റ്റ്. മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ട സാധനങ്ങൾ. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങളാണ് എന്ത്, മൂലധന സാധനങ്ങൾ, മെഷീൻസ്, ഫാക്ടറീസ്. കാരണം മെഷീൻസിൽ നമ്മൾ വേറെ സാധനങ്ങൾ ഉണ്ടാക്കും, അതാണ് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ സാധനങ്ങൾ നമ്മൾ പറയുന്നവരാണ് ക്യാപിറ്റൽ ഗുഡ്സ്, മൂലധന വസ്തുക്കൾ. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. റെഡി. അത് ഡ്യൂറബിൾ ഗുഡ്സ് അഥവാ ഈട് നിൽക്കുന്ന സാധനങ്ങൾ. കേട്ടില്ലേ, ഈട് നിൽക്കുക, ഈട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, കുറേ കാലം നിൽക്കണം, അത്ര തന്നെ. നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഈട് നിൽക്കുമെന്ന് ചോദിക്കും, ഡ്യൂറബിൾ ആണെന്നൊക്കെ ചോദിക്കുക. എന്തുകൊണ്ടാണ് സംഭവം? ഡ്യൂറബിൾ ഗുഡ്സ് ആർ തിങ്സ് ദാറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, ദേ ക്യാൻ ബി റീയൂസ്ഡ്. കുറേ കാലം നിൽക്കും. നമ്മളൊരു ഫോൺ വാങ്ങി, അല്ലെങ്കിൽ വണ്ടി വാങ്ങി, ഒരു ദിവസം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്ത് അത് പോരാന്ന് ഇട്ടാളോ? ഇല്ലല്ലോ. നമ്മൾ ഒരേ കാലം ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ വാങ്ങുന്നത്. ഫോണൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കൂലേ, ബൈക്ക് വാങ്ങി നമ്മൾ ഉപയോഗിക്കൂലേ. അപ്പോൾ എന്ത് എക്സാമ്പിൾ എഴുതി വെക്കുക, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വെഹിക്കിൾ അല്ലെങ്കിൽ വാഹനങ്ങൾ. ഓക്കെ, മൊബൈൽ ഫോൺ, വെഹിക്കിൾസ്. അതായത് നമ്മൾ സാധനം വാങ്ങിയ കുറേ കാലം ഉപയോഗിക്കണം. നമ്മൾ എന്ത് പറയും, ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഈട് നിൽക്കുന്ന സാധനങ്ങൾ. റെഡിയാണ്. ഇതൊക്കെ എന്ത് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയാൽ മതി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിളും പിന്നെ ക്യാപിറ്റൽ ഗുഡ്സും ആണ്. ഓക്കെ, നോക്കി വെക്കേണ്ടത്. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് നോക്കിക്കോണം. മറ്റേ നമുക്ക് അറിയുന്നതാണല്ലോ, എക്കണോമിക്സ് പൈസ കൊടുത്ത് വാങ്ങുന്നത്, ഫ്രീ ഗുഡ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. നോൺ ഡ്യൂറബിൾ, ഒരു സാധനം വാങ്ങി നമുക്ക് കൂടുതലൊന്നും വെച്ചേക്കാൻ പറ്റില്ല. എടാ നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി ഒരാഴ്ച, ഒരു മാസമൊക്കെ വെച്ചുക്കോ, ഇല്ലല്ലോ, 2 ദിവസം കഴിഞ്ഞ് കഴിക്കൂലേ, കേടുവന്നുപോലെ. അതാണ് എന്ത്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലെയുള്ള കുറഞ്ഞ കാലയളവിലേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നോൺ ഡ്യൂറബിൾ. ഡ്യൂറബിൾ അല്ലാത്തത്. സിമ്പിൾ. ഡ്യൂറബിൾ കുറേ കാലം നിൽക്കുന്നത്, നോൺ ഡ്യൂറബിൾ കുറച്ച് കാലം നിൽക്കുന്നത്. റെഡി. മൊബൈൽ എക്സാമ്പിൾ തരും, മൊബൈൽ ഫോണും വെഹിക്കിളും തരും, ഫ്രൂട്ട്സും വെജിറ്റബിളും തരും. എന്ത് ചെയ്യണം, തെറ്റിപ്പോവാതെ മാച്ച് ചെയ്ത് കൊടുക്കണം. ഡ്യൂറബിൾ ആണ് കുറേ കാലം നിൽക്കുന്നത്, നോൺ ഡ്യൂറബിൾ പെട്ടെന്ന് കേട് വന്നു പോകുന്നത്. ഓക്കെ, റെഡിയാണ്. എൻ്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്താൽ ഇനി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നിങ്ങൾ എഴുതി വെക്കൂലേ, നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും. റെഡിയാണ്. ജസ്റ്റ് സിമ്പിൾ ടോപ്പിക്. What are the things consumers should pay attention to while buying goods and services from the market?
നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മൾ സാധനം വാങ്ങി അതിൻ്റെ ക്വാളിറ്റി നോക്കൂലേ, ഗുണനിലവാരം നോക്കൂലേ, എക്സ്പയറി ഡേറ്റ്. ബ്രെഡ് വാങ്ങാൻ പോയാൽ നമ്മൾ ബ്രെഡിൻ്റെ പാക്കറ്റിൻ്റെ ബാക്കിൽ നോക്കൂലേ, എത്ര ഡേറ്റ് ഉണ്ട് നോക്കൂലേ. പിന്നെന്താണ് വില, എത്ര പൈസ ഉണ്ട്, ആ പൈസക്കുള്ള മുതലുണ്ടോ നമ്മൾ നോക്കൂലേ. പിന്നെന്താണ് ക്വാണ്ടിറ്റി, നമ്മൾ 2 സാധനം എടുത്തു നോക്കി ഒരേ പ്രൈസാണ് നമ്മൾ നോക്കൂലേ, ഇതിന് ക്വാണ്ടിറ്റി കൂടുതലല്ലോ നോക്കൂലേ. പിന്നെ ബില്ല്, നമ്മൾ പ്രോപ്പറായിട്ട് ബില്ല് കിട്ടുന്ന സാധനമാണോ നോക്കൂലേ. ആ ടെക്സ്റ്റ് ബുക്കിൽ ഏതോ 2-3 പോയിന്റ്സ് ഉള്ളൂ, ബാക്കി ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. റെഡി. ഗ്യാരണ്ടി വാറണ്ടി, നമ്മുടെ സാധനം വാങ്ങുമ്പോൾ എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട്, എത്ര വർഷം വാറണ്ടി നമ്മൾ ചെക്ക് ചെയ്യൂലേ. ഓക്കെ, നമ്മൾ വാങ്ങുന്നത് ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണോ നമ്മൾ നോക്കൂലേ. ഓക്കെ, ക്വാളിറ്റി സിമ്പിൾസ്, നമ്മൾ ISI മാർക്കുണ്ടോ, അക്മാർക്കിൻ്റെ ലോഗോ ഉണ്ടോ, ഈ പാക്കറ്റ് ഫുഡ്സ് വാങ്ങുമ്പോൾ FSIൻ്റെ മാർക്ക് ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. കാരണം എന്താ, എല്ലാ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞ പ്രൊഡക്റ്റ് ആണോ നമുക്ക് കിട്ടിയെന്ന് നോക്കും. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, അത് ഗവൺമെൻറ്റിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മീറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണോ നമുക്ക് കയ്യിലുള്ളത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ ആണ്, റെഡിയാണ്. ശരി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ഇതൊക്കെയാണല്ലോ ഇത് നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. മറ്റേ നമ്മൾ ടൈപ്പ് ഓഫ് ഗുഡ്സും യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു, സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സ് പറയും. കൺസ്യൂമേഴ്സിന്റെ വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശങ്ങളും റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണെന്ത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ 1966 1966 കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ, കുറേ ആൾക്കാരെല്ലാം കൂടിയിട്ട് അസോസിയേഷൻ ഉണ്ടാക്കുന്ന സമയത്താണ് ഇനിയൊരു മൂവ്മെന്റ് വരുന്നത്. അത് ഈ കൺസ്യൂമേഴ്സിനും റൈറ്റ്സ് ഉണ്ട്, അവരെ കാര്യങ്ങളും റെഡിയാക്കണം, അവരെ തട്ടിപ്പുകൾ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് ആ സമയത്താണ്. ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് വരുന്നത് 1966 ആണ്. കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ മൂവ്മെന്റ് ആണ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് എൻഷുർ ദ വെൽഫെയർ ഓഫ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 6 പോയിന്റ്സ് ഉണ്ട്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് അഥവാ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു 6 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ പോയിന്റ്സ്, അങ്ങനത്തെ നമ്മൾക്ക് ഇത് മുന്നോട്ട് പഠിക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ്. ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ്, കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാം. ഓരോ സാധനം എന്തൊക്കെ അവകാശങ്ങളുണ്ടാവും, കുറേ സാധനങ്ങൾ വാങ്ങിയാലോ ഓരോരുത്തർക്കിടെ അവകാശങ്ങളില്ലേ, ഇത്ര വാറണ്ടി കിട്ടുന്ന, ബില്ല് കിട്ടുന്ന അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നു. രണ്ടാമത് ടു പ്രിവെന്റ് ഫ്രോഡ്സ്, എന്ത് ചെയ്യുക, വഞ്ചനകൾ അല്ലെങ്കിൽ തട്ടിപ്പുകൾ തടയാം. ഒരുപാട് ആൾക്കാർ എന്താണ് കച്ചവടത്തിൽ ഒരുപാട് തട്ടിപ്പാണ്, വിലയിലും സാധനത്തിലും ക്വാളിറ്റിയിലും ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കില്ല. ഇങ്ങനെ തട്ടിപ്പുകളൊക്കെ തടയാന്നുള്ളതും ഇവരെ ഒരു എയിമായിരുന്നു. ടു എംപവർ കൺസ്യൂമേഴ്സ്, എന്താണ് കൺസ്യൂമേഴ്സിനെ ശാക്തീകരിക്കുക, ഉപഭോക്താക്കളെ എന്താ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് ബോധം വെക്കണ്ടേ. സാധനം വാങ്ങി കഴിഞ്ഞാൽ പറ്റിക്കപ്പെട്ടാൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാം, ഇങ്ങനെയൊക്കെ പറ്റിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നതാണ് എന്ത്, കൺസ്യൂമേഴ്സിനെ എംപവർ ചെയ്യുക. ടു ലെജിസ്ലേറ്റ്, നമ്മൾ എന്ത് ചെയ്തു, ഒരാൾ പറ്റിച്ചു, നമ്മളൊരു കടക്കാരൻ പറ്റിച്ചു, അപ്പോൾ അതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത് ആക്ഷൻ എടുക്കണേ, നിയമം വേണ്ടേ, അങ്ങനെ നിയമം ഉണ്ടാക്കുക എന്നുള്ളതും ആരെ എയിമായിരുന്നു, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എയിമായിരുന്നു. ടു എൻഷുർ ദ ക്രെഡിബിലിറ്റി ഓഫ് അഡ്വർടൈസ്മെന്റ്, അത് പരസ്യങ്ങൾ, നമ്മൾ ഇന്ന് ഒരുപാട് ഫേക്ക് പരസ്യങ്ങൾ, വെറുതെ പടച്ചുവിടുന്ന കുറേ പരസ്യങ്ങൾ കാണില്ലേ, അല്ലേ, ഇതൊന്നും ഉള്ളതായിക്കോ അല്ല. മുൻപ് കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പരസ്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അത് ഫേക്ക് പരസ്യം കൊടുക്കും, ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാത്തപ്പോൾ ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുക്കും, കമ്പനിക്കെതിരെ ആക്ഷൻ ഒക്കെ എടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പരസ്യങ്ങളിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതും ഇവരുടെയും ആയിരുന്നു. രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്തൃ പ്രാതിനിധ്യം ഉറപ്പാക്കുക, അതായത് ഇങ്ങനെ ഒരു അസോസിയേഷനും കുറച്ച് ആൾക്കാരെ കണ്ട് എന്ത് ചെയ്യും, പൊളിറ്റിക്സിലൊക്കെ ഇവർക്ക് പവർ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഇവരെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരെ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 6 പോയിന്റ്സും നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, 6 വരെ മാർക്ക് ചെയ്ത് വെക്കാം. റെഡി. ഇനി നമുക്ക് പഠിക്കാൻ 2 ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പിന്നുള്ളത് 2019. എന്താ വ്യത്യാസം? ഈ 1986 നമുക്ക് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമർ റൈറ്റ്സ് എന്താണ് ഒരു കൺസ്യൂമർ റൈറ്റ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് 1986. പിന്നെ ആ സമയത്ത് 1986 സമയത്ത് എന്തില്ല, അന്ന് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് കണ്ടോ, നമ്മൾ ഓൺലൈൻ സാധനം വാങ്ങുന്നുണ്ടോ, ഇല്ല. ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ഓൺലൈൻ സാധനം വാങ്ങാത്തതുകൊണ്ട് തന്നെ അന്ന് ഈ ഓൺലൈൻ തട്ടിപ്പുകൾ തടയാനുള്ള കാര്യങ്ങളൊന്നുമില്ല, അന്ന് നിയമത്തിലില്ല. അങ്ങനെ പുതിയ ഓൺലൈൻ ഫ്രോഡുകളും തട്ടിപ്പുകളും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലെ തട്ടിപ്പുകളൊക്കെ തടയാൻ വേണ്ടി ആ നിയമം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറക്കിയതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നൊരു ക്വസ്റ്റ്യൻ വന്ന് എഴുതിയത്, ഇറ്റ്സ് ക്ലിയർലി ഡിഫൈൻഡ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. 2 പോയിന്റാണ്. ഇറ്റ്സ് എ ക്ലിയർലി ഡിഫൈൻഡ് കൺസ്യൂമർ റൈറ്റ്സ്, ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ നിർവചിച്ചത് 1986 ആക്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു, നമുക്കൊരു എന്തെങ്കിലും തട്ടിപ്പ് വേണ്ടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോവുക, നോർമൽ കോടതിയിലാണോ പോവുക, അല്ല, കൺസ്യൂമർ കോർട്ടിലാണ് പോവുക. കൺസ്യൂമർ കോർട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനത്തെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കൺസ്യൂമർ കോർട്ട് ഉണ്ടാക്കിയത് 1986 ആക്ട് പ്രകാരമാണ്.
റെഡിയാണ്? 2 പോയിന്റ്സ് ക്ലിയർലി ഡിഫൈൻ കൺസ്യൂമർ റൈറ്റ്സ്, ഉപഭോക്താവിന്റെ അവകാശങ്ങളെ ഡിഫൈൻ ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? സെപ്പറേറ്റ് നീതിന്യായ സംവിധാനം സെറ്റ് ചെയ്തു. പിന്നെ അതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ പുതിയൊരു നിയമം ഉണ്ടാക്കിയതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, 2019 എന്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഓക്കെയാണ്. അതിലൊരു 5-6 പോയിന്റ്സ് ഉണ്ട്. എന്താണ് 2019 ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ്? ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, റെഡി? ഒന്നാമത്തത് എസ്റ്റാബ്ലിഷ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ത് ചെയ്തു? സ്ഥാപിച്ചു. ഫസ്റ്റ് പോയിന്റ് 2019 ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. രണ്ടാമത് ടു പ്രൊട്ടക്ട് ആൻഡ് എൻഫോഴ്സ് റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. എന്താ? ഇ കോമേഴ്സ് ഉപഭോക്തൃ ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ്, സെയിം പോയിന്റ് ആട്ടോ, ഇതിന്റെ ബാക്കിയാണ്. ടു പ്രൊട്ടക്ട് എൻഫോഴ്സ് റൈറ്റ്സ് ആൻഡ് ഇതാണ് രണ്ടാമത്തെ. ഓക്കെ. ടു കവേഴ്സ് ദ റൂൾസ് പ്രിവെന്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ബൈ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലത്തെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാവുന്ന എന്താണ് തട്ടിപ്പുകൾ തടയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? ഈ 2019 ആക്ടിൽ പുതിയതായിട്ട് ആഡ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ. ഒന്നാമത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, രണ്ടാമത്തത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലെ ഫ്രോഡ് പരിപാടികൾ തടയുക, മൂന്നാമത്തത് എന്ത് ചെയ്തു? സിംപ്ലിഫൈങ് ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രോസസ്. അത് നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആക്ഷൻ എടുക്കാനൊക്കെ പണ്ട് കുറേ കാലതാമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പരമാവധി വേഗത്തിൽ എന്ത് ചെയ്യും? അതിന് പരിഹാരം കിട്ടും. നമ്മൾ എവിഡൻസുമായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുത്ത് ഫൈനൊക്കെ ഇട്ടുള്ള പരിപാടിയൊക്കെ സിമ്പിളാക്കി മാറ്റിയത് 2019 ആക്ട് പരിപാടിയാണ്. ഓക്കെ. പണിഷ്മെന്റ് ഫോർ ദോസ് ഹു മാനുഫാക്ചർ ഓർ സെൽ അഡൾട്രേറ്റഡ് കൗണ്ടർ ഫിറ്റ് ഗുഡ്സ്. അറിയാത്ത ആൾക്കാർ മാർക്ക് ചെയ്ത് വെക്കണേ. മായം ചേർത്ത വ്യാജ വസ്തുക്കൾ നിർമ്മിക്കുകയും വിൽക്കുകയും. ഓക്കെ, നിങ്ങൾ കേട്ടിട്ട് കുറേ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഫേക്ക് പ്രൊഡക്ട്സും ഗവൺമെൻറ് ക്വാളിറ്റി മെഷേഴ്സ് ഒന്നും മീറ്റ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ മാർക്കറ്റിലുണ്ടാവും. അതൊന്നും ഓതറൈസ്ഡ് ആയിരിക്കില്ല. ഇങ്ങനത്തെ ഫേക്ക് സാധനങ്ങളും വ്യാജ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഉപയോഗിച്ച് നമുക്ക് അസുഖമൊക്കെ വരും. ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതിനെതിരെയുള്ള ആക്ഷൻസ് അഥവാ നിയമങ്ങളുള്ള രീതിയിലാണ് 2019 ആക്ടിലാണ്. പിന്നുള്ളത് ദ ഡിസമിനേഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ പ്രചാരണം നിരോധിക്കുന്നതും 2019 ആക്ടിലാണ്. പിന്നെ എന്ത് ചെയ്തു? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള റൈറ്റ്സ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? 10ാം ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിക്കുന്നു. റെഡിയല്ലേ? നമ്മൾ ഇതുപോലെ എല്ലാ സ്കൂളിലെയും 10ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കൂലേ? നമ്മൾ മുന്നത്തെ ബാച്ചും പഠിച്ചു, നമ്മൾ ഇപ്പോഴത്തെ ബാച്ചും പഠിക്കുന്നു, വരാൻ പോകുന്ന ബാച്ചിൽ ചാപ്റ്ററിനെ കുറിച്ച് ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കൂലേ? അതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ കൺസ്യൂമർ അവകാശങ്ങൾ എന്താണ്, ഉത്തരവാദിത്തം എന്തെന്നൊക്കെ പറഞ്ഞ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത് നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതാണ് 2019 ആക്ട് ആണ്. അപ്പോൾ ഇതിൽ 6 ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഏത് ആക്ട് പ്രകാരമാണ് വന്ന് ചോദിക്കും. ഓക്കെ, ഇ കോമേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള റൂൾസ് വന്നത് ഏത് ആക്ട് പ്രകാരമാണ് ചോദിക്കും. 2019 മാറിപ്പോകരുത്. 1986 2 കാര്യങ്ങൾ, ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു റൈറ്റ്സിനെ, രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മുന്നോട്ട് പറയും. റെഡി? അങ്ങനെ ചെയ്തു കൺസ്യൂമർ റൈറ്റ്സ്. ഇനി ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. ഉപഭോക്താവിന് 5 അവകാശങ്ങളാണ്. ഇത് ചോദിക്കട്ടോ. ഏതെങ്കിലും ഒരു അവകാശം തന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി ഏതെല്ലാം എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, ബാക്കി ഏതെല്ലാം എന്ത് ചെയ്യും? ചോദിക്കും. അതാണ് ഒന്നാമത്തത്. സുരക്ഷിതത്തിനുള്ള അവകാശം, അഥവാ റൈറ്റ് ടു സേഫ്റ്റി. എന്താ? നമ്മൾ ഈ സാധനമൊക്കെ സിമ്പിളായിട്ട് പഠിക്കട്ടോ, വെറുതെ ബൈഹാർട്ടൊന്നും പഠിക്കണം. റൈറ്റ് ടു സേഫ്റ്റി, സുരക്ഷിതത്തിനുള്ള അവകാശം. നമുക്ക് ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള, നമുക്ക് ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം വിൽക്കാതിരിക്കാനും വാങ്ങി ഉപയോഗിക്കാതിരിക്കാനുള്ള അവകാശമാണ് എന്ത്? റൈറ്റ് ടു സേഫ്റ്റി. ഓക്കെ ആണ്, റൈറ്റ് ടു സേഫ്റ്റി. അപകടകരമായ സാധന സേവനങ്ങൾ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം. പ്രൊട്ടക്റ്റഡ് ഫ്രം ദോസ് ഗുഡ്സ് സർവീസസ് ടു പോസ് ത്രെറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ആ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിനും ഡാമേജ് ആണ്, നമ്മുടെ ബോഡിക്കും ഡാമേജ് ആണെങ്കിൽ അത് വാങ്ങാതിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. നമുക്കൊരു നമ്മൾ തൊട്ട് താഴത്തുള്ള കടയിൽ എന്തുണ്ട്? ബോംബ് വെക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, അത് വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല. അത് വാങ്ങാതിരിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഓക്കെ, അതാണ് റൈറ്റ് ടു സേഫ്റ്റി. ഓക്കെ, ഒന്നാമത്തത്. നമുക്ക് എന്ത് ചെയ്യാം? ആ കടക്കാരെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് വാങ്ങണമെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത് റൈറ്റ് ടു ചൂസ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള റാക്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് വരാനുള്ള അവകാശം, എടുക്കാതിരിക്കാനുള്ള അവകാശം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാനും എടുക്കാതിരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? കൺസ്യൂമറിൻ്റെ. റൈറ്റ് ടു ചൂസ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. മൂന്നാമത് അറിയാനുള്ള അവകാശം, അഥവാ റൈറ്റ് ടു നോ. നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ അതിന് റേറ്റ് എത്രയാണ്, അതിൽ എത്ര ഗ്രാം സാധനമുണ്ട്, അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഫുഡ് പാക്കിൻ്റെ ഒക്കെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും. കുറേ എന്താണ് ഷുഗർ ഇത്ര, ഫാറ്റ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ എത്ര ഗ്രാമാണ്, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയണം. ഇനി MRP എത്രയാണ്, ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്, ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് എന്താണ് നമുക്കറിയാനുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു നോ. അവിടെയാണ് എന്തൊക്കെ ഗുണമേന്മ, ക്വാളിറ്റി, പിന്നെന്താണ് ക്വാണ്ടിറ്റി, എത്ര അളവുണ്ട്, പ്യൂരിറ്റി എവിടെയാണ് നമ്മൾ കിട്ടുക? നമ്മൾ സാധനം വാങ്ങുമ്പോൾ പ്യൂരിറ്റി നോക്കണ്ട ഇല്ല. പക്ഷെ നമ്മൾ എവിടെ നോക്കും? ഗോൾഡ് വാങ്ങുമ്പോൾ നോക്കും. 916 പ്യൂരിറ്റി, 22 ക്യാരറ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സാധനം ഇതിൻ്റെ പരിശുദ്ധി, പ്യൂരിറ്റിയെ കുറിച്ച് പറയുന്നത് ഇവിടെ ഗോൾഡിൻ്റെ ഒക്കെ കേസിലാണ്. അപ്പോൾ നമുക്ക് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് എത്രയാണ് നമുക്ക് ചോദിച്ചറിയാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. പ്രൈസ് ഓഫ് ദി ഗുഡ്, സാധനത്തിൻ്റെ വിലയും അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? അതാണ് റൈറ്റ് ടു നോ അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം. നാലാമത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, അഥവാ പരാതി പരിഹാരം തേടാനുള്ള അവകാശം. ഞാൻ എന്ത് ചെയ്തു? എന്നെ ഒരു കടക്കാരൻ എന്ത് ചെയ്തു? പറ്റിച്ചു.
എനിക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലൈന്റ് കൊടുക്കാനും അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? എനിക്കുണ്ട്. ആ റൈറ്റ്സ് ആണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ അല്ലെങ്കിൽ പരിഹാരം തേടാനുള്ള അവകാശം ഫ്രം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അന്യായമായ വ്യാപാര സമ്പ്രദായം. ഒരാളെ പറ്റിക്കുന്നതിന്, കച്ചവടത്തിൽ ഫ്രോഡ് പരിപാടിക്കെതിരെയൊക്കെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനും അതിനെതിരെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നമ്മുടെ റൈറ്റ് ആണ് ഏത്? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ അല്ലെങ്കിൽ പരിഹാരം തേടാനുള്ള അവകാശം. ഇതിൽ അഞ്ചാമത്തെ ലാസ്റ്റ് നമ്മളെ റൈറ്റ് ആണ് കൺസ്യൂമർ റൈറ്റ്സിൽ അഞ്ചാമത്തെ പോയിന്റ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈ ഉപഭോക്തൃ വിദ്യാഭ്യാസം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ ലാസ്റ്റ് ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ച് ചോദിക്കും ഉറപ്പാണ്. അപ്പം എന്ത് ചെയ്യാം, റൈറ്റ് ടു അക്വയർ ദ നോളജ് ആൻഡ് സ്കിൽസ് ടു ബി ആൻ ഇൻഫോംഡ് കൺസ്യൂമർ, ഉപഭോക്താവാനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം. അവിടെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10ാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സാധനം വാങ്ങുമ്പോൾ പറ്റിക്കപ്പെടുന്നതിനെ പറ്റി പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല. പക്ഷേ ഈ എഡ്യൂക്കേഷൻ നമ്മുടെ എങ്ങനെയൊക്കെ പറ്റിക്കപ്പെടാമെന്നും പറ്റിക്കപ്പെട്ട എവിടെയൊക്കെ പോകണമെന്നും എന്തൊക്കെ ആക്ഷൻ എടുക്കേണ്ടെന്ന് നമുക്ക് പറയാനുള്ള ആ റൈറ്റ് ആണ് എന്ത്, നമുക്ക് പഠിപ്പിച്ച് തരണം എന്നുള്ള അവകാശമാണ് ഏത്? റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എല്ലാ ആൾക്കാർക്കും കൺസ്യൂമേഴ്സിനെ പറ്റി അവരുടെ റൈറ്റ്സും അവകാശങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഓക്കെ ആണ്. 5 ടൈപ്പ് കൺസ്യൂമർ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ചോദിക്കുക ഏതെങ്കിലും ഒരു റൈറ്റ് തരും, ഈ 5 ഏതെങ്കിലും ഒന്ന് തരും, ഇതാണ് ഒരു കൺസ്യൂമർ റൈറ്റ്, ബാക്കി ഏതെല്ലാം എന്ന് ചോദിക്കും. എത്ര മാർക്കിന് ചോദിക്കും? ചിലപ്പോൾ 4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ടു സേഫ്റ്റി എഴുതി വെക്കുക. എന്നിട്ട് ഒരു സിംഗിൾ ഡെഫിനേഷൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട, നമുക്ക് മനസ്സിലായ കാര്യം ഇത് കൊടുത്താൽ മതി, എത്രേ ഉള്ളൂ. റൈറ്റ് ടു സേഫ്റ്റി എന്താണ്? റൈറ്റ് ടു ചൂസ് എന്താണ്? റൈറ്റ് ടു നോ, പിന്നെ എന്താണ്? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, പിന്നെ എന്താണ്? റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഓക്കെ ആണ്. ഈ 5 അവകാശങ്ങളും ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. അടുത്തത് കൺസ്യൂമർ കോഡ്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതികൾ. എന്താണ് കൺസ്യൂമർ കോർട്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആക്ട് പ്രകാരം? നേരത്തെ ഞാൻ പറഞ്ഞു 1986 പ്രകാരം 2 കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് 1986 ആക്ട് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നു. ഒന്നാമത് കൺസ്യൂമർ റൈറ്റിനെ ഡിഫൈൻ ചെയ്തു, ഉപഭോക്തൃ അവകാശത്തെ നിർവചിച്ചു. രണ്ടാമത് എ സെപ്പറേറ്റ് ജുഡീഷ്യൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക നീതിന്യായ വ്യവസ്ഥ കൊണ്ടുവന്നത് 1986 ആക്ട് പ്രകാരമാണ്. അപ്പോൾ കൺസ്യൂമർ കോർട്ട് കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ്? 1986. ഇനി നമുക്ക് പഠിക്കാവുന്നത് കൺസ്യൂമർ കോർട്ടിന്റെ സ്ട്രക്ചർ. ശ്രദ്ധിച്ചോ, നമ്മൾ നേരെ എവിടെ പോയി കംപ്ലൈൻറ്റ്, നമ്മൾ കടക്കാരൻ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ട്രാപ്പിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എവിടെ പോകും? ആദ്യം നമ്മൾ പോകേണ്ടത് നമ്മുടെ കോമ്പൻസേഷൻ അപ് ടു 1 CR, 1 കോടി വരെ നമുക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ട കേസാണെങ്കിൽ നമ്മൾ എവിടെ പോവുക? ജില്ലാ കമ്മീഷനിൽ പോവുക. ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പോവുക. എത്ര വരെ? 1 കോടി വരെ. 1 കോടി വരെ. 1 കോടി വരെയുള്ള നഷ്ടപരിഹാരം കിട്ടേണ്ട കേസാണെങ്കിൽ നമ്മൾ ജില്ലാ കമ്മീഷനിൽ പോവാം. രണ്ടാമത് 1 മുതൽ 10 CR വരെ, നമുക്ക് 1 കോടി മുതൽ 10 കോടി വരെ നഷ്ടപരിഹാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസാണെങ്കിൽ, അല്ല അത്രയും വലിയൊരു തട്ടിപ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പോവാം. ഓക്കെ, 10 കോടിൻ്റെയും മുകളിലാണ് വലിയ സ്കാമാണ് നമ്മൾ എവിടെ പോകണം? നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനിൽ പോകണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനി തൊട്ടിപ്പുറത്ത് നിങ്ങൾ ഒരു മാർക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ജില്ലാ കോടതി ഇന്ത്യയിൽ എത്ര എണ്ണുള്ളത്? 600 എണ്ണുള്ളത്. സ്റ്റേറ്റ് കോടതി എത്ര എണ്ണുള്ളത്? 35 എണ്ണുള്ളത്. നാഷണൽ എത്ര ഉണ്ടാവും? ഒറ്റൊന്ന് മാത്രമേ ഉണ്ടാവും. അല്ലടാ, ഒരു ഇന്ത്യയിൽ ഒരു നാഷണൽ ഉണ്ടാവുള്ളൂ, നാഷണൽ കമ്മീഷൻ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. അപ്പം ജില്ലാ 6 ഉണ്ടാവും, സംസ്ഥാന കമ്മീഷൻ സ്റ്റേറ്റ് കമ്മീഷൻ 35 ഉണ്ട്, നാഷണൽ 1 ഉള്ളൂ. ഈ നാഷണൽ കമ്മീഷനിൽ പോയിട്ടും ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുപ്രീം കോർട്ടിൽ പോകും. ഇന്ത്യൻ്റെ സുപ്രീം അതോറിറ്റി, നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പീക്ക് സുപ്രീം കോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കേസുമായിട്ട് പോകും. ഓക്കെ, പക്ഷേ നമ്മുടെ കൺസ്യൂമർ റിഡ്രസലിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ നാഷണൽ കമ്മീഷനാണ്, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് നമ്മുടെ അപ്പെക്സ് ബോഡി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേം അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അപ്പെക്സ് ബോഡി. ഓക്കെ, അറിയത്തില്ലോ. അപ്പൊ ജില്ലാ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ, പിന്നെ ഇവിടെ നാഷണൽ കമ്മീഷൻ. എന്താണ് ജില്ലാ? ഓക്കെ, ജില്ലാ, സ്റ്റേറ്റ്, നാഷണൽ. എന്താണ്? 1 CR വരെ, 1 മുതൽ 10 CR വരെ, 10 CRന്റെ മുകളിൽ ആ ക്രൈറ്റീരിയ കിട്ടണേ. ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതേ സെയിം കള്ളി ഇങ്ങനെ തന്നെ തരും. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ചിലപ്പം കമ്മീഷന്റെ പേര് അവിടെ ബ്ലാങ്ക് ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും? നഷ്ടപരിഹാരം അഥവാ നമ്മുടെ കോമ്പൻസേഷൻ എമൗണ്ട് തരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്മീഷന്റെ പേര് തരും, കോമ്പൻസേഷൻ എമൗണ്ട് തരില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റണം. ആ ഒരു കണക്റ്റിൽ 1 CR വരെ ജില്ലാ കമ്മീഷൻ, 1 മുതൽ 10 വരെ സ്റ്റേറ്റ് കമ്മീഷൻ, 10ന് മുകളിൽ എന്താണ്? നാഷണൽ കമ്മീഷൻ. അതിന് മുകളിൽ മാത്രമേ എന്തുള്ളൂ? സുപ്രീം കോർട്ട് ഉള്ളൂ. ഓക്കെ, ഈ നമ്മൾ 3 കമ്മീഷനെ പഠിച്ചു. ഈ 3 കമ്മീഷനെയും അഡ്വൈസ് ചെയ്യാൻ, ഇവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഇവർ സംശയങ്ങൾ വരുമ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ, ഇവർ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി 3 കൗൺസിൽസ് ഉണ്ട്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, എവിടെ? ജില്ലാ കമ്മീഷന് വേണ്ടിയിട്ട്, അഥവാ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. രണ്ടാമത് സ്റ്റേറ്റ് കൗൺസിൽ, എന്തിനു വേണ്ടിയിട്ട്? സ്റ്റേറ്റ് കമ്മീഷനെ അഡ്വൈസ് ചെയ്യാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത് നാഷണൽ കൗൺസിൽ, എന്തിനു വേണ്ടി? ദേശീയ കൗൺസിൽ, ആർക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്? നാഷണൽ കമ്മീഷന് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി.
ഓക്കെ ആണ്, റെഡിയാണ്. നമ്മൾ ഏകദേശം ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാനായി. സിമ്പിൾ സാധനങ്ങളാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വെച്ച് പോയാൽ മതി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓൺലൈൻ ഫ്രോഡാണ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, റെഡി. വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ്, അത് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള തട്ടിപ്പുകളെ ടൈപ്പുകളും അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയിട്ട് പരാതി കൊടുക്കണം എന്നും പറയുന്നതാണെന്ത് ഈ സാധനം, ഈ ടോപ്പിക്. ഫ്രോഡ്സ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസപരമായ തട്ടിപ്പുകൾ നമുക്ക് നേരിടും. നമ്മൾ പോയ സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് നമ്മൾ പഠിച്ച കോഴ്സിന് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ കുറേ കേസുകൾ കേട്ടില്ലേ, അതൊക്കെ ഇതിലാണ് വരിക. രണ്ടാമത്തെ ഹെൽത്ത് കെയർ ഫ്രോഡ്, നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നേരിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ പറയും. പിന്നുള്ളത് ജോബ്സ് അബ്രോഡ്, എന്താണ് പുറത്ത് ജോലിക്ക് പോയിട്ട് ആൾക്കാരും വിസ തട്ടിപ്പ് അങ്ങനത്തെ കേസുകളിൽ അതൊക്കെ ഇതിൽ വരും. ഓൺലൈൻ ഫ്രോഡ്, ഓൺലൈൻ സ്കാം, ഓർഡർ ചെയ്ത് സാധനം വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫോൺ ഓർഡർ ചെയ്തു പകരം എന്ത് ചെയ്തു കല്ലാണ് വന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്തു പൈസ അയച്ചു കഴിഞ്ഞു പിന്നെ ഒന്നും കാണുന്നില്ല. ഇങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ ഫ്രോഡിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇത് പറയട്ടോ, അതെന്താ ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് പറയാൻ പോകുന്നതാണ്. ബാങ്കിങ് ഫ്രോഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, OTP ചോദിച്ചു വിളിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു OTP കൊടുത്തു, പൈസയും പോയി, അല്ലെങ്കിൽ ലിങ്ക് തൊട്ടു നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇമ്പോർട്ടൻസ് കുറവാണ്, ഞാൻ പറഞ്ഞ രണ്ട് സാധനങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഫ്രോഡ്സ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ട തട്ടിപ്പാണ്. ആദ്യം നമ്മൾ UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ഇതിൽ പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, AICT അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ്, ഇവരൊക്കെ എന്ത് ചെയ്യുക, ഇവരൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക. രണ്ടാമത് അപ്രോച്ച് കൺസ്യൂമർ ഫോറം, ഉപഭോക്തൃ ഫോറത്തിന് എന്ത് ചെയ്യുക കംപ്ലയിൻറ്റ് കൊടുക്കുക, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും ഇവർ കൺസ്യൂം. മൂന്നാമത്തത് കംപ്ലയിൻറ്റ് വിത്ത് പോലീസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടോ, പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളത്. മറ്റേത് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ്, സ്വാഭാവികം വിദ്യാഭ്യാസപരമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് നമ്മൾ എവിടെ കൊടുക്കണം, ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷണൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യണം. ഓക്കെ, റെഡി. രണ്ടാമത് ഹെൽത്ത് കെയർ ഫ്രോഡ്, ആരോഗ്യപരമായ രംഗത്തെ തട്ടിപ്പുകൾ, നിങ്ങൾ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സ്കാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കബളിപ്പിക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത് ഫയൽ കംപ്ലയിൻറ്റ് ത്രൂ ദ ഗ്രീവൻസ് പോർട്ടൽ ഓഫ് ദ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ, മെഡിക്കൽ കൗൺസിലിൻ്റെ പരാതി പോർട്ടൽ എന്ത് ചെയ്യുക ഒരു പരാതി കൊടുക്കുക ആദ്യം, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. രണ്ടാമത് ഡയറക്ടർ ഓഫ് ഹെൽത്ത്, നേരത്തെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക ഹെൽത്ത് ഡയറക്ടർക്ക് എന്ത് ചെയ്യുക ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. മൂന്നാമത് എന്ത് ചെയ്യുക വലിയ കേസൊക്കെയാണ് ഈ പോയിന്റുകൾ നോക്കി നോക്കണം. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി. എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ? അത് നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ കേരളത്തിൽ മുഴുവനായിട്ട് എല്ലാ ഹോസ്പിറ്റലും ഒരേപോലത്തെ ഒരു സ്കാം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോടതിയിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ പറയുന്ന പേരാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അഫക്റ്റ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതൊരു പൊതുവായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കേസ് കൊടുക്കാം, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് പൊതു താല്പര്യ ഹർജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാലിന്യ കേസുകളൊക്കെ ബന്ധപ്പെട്ടിരിക്കാം ഈ പൊതു താല്പര്യ ഹർജികൾ ഉണ്ടാവലുണ്ട്, കാരണം എല്ലാവർക്കും ബാധിക്കുന്ന കേസുകളാണല്ലോ. പിന്നുള്ളത് ഫയൽ എ കംപ്ലയിൻറ്റ് ത്രൂ ആരോഗ്യ സേതു ആപ്പ്, ഗവൺമെന്റിന്റെ ആപ്പാണ് ആരോഗ്യ സേതു ആപ്പ്, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. പിന്നുള്ളത് വിദേശത്ത് ജോലി അബ്രോഡ് ബന്ധപ്പെട്ട് പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിസ തട്ടിപ്പ് കണ്ടിട്ടില്ലേ, നമ്മൾ ജോലിക്ക് പോകും, അവിടെ എത്തുമ്പോഴുണ്ടാവില്ല, അവിടെ കമ്പനി ഉണ്ടാവില്ല, അങ്ങനെ ഒരു സ്റ്റാഫും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഡീലറും ഉണ്ടാവില്ല, ഏജന്റും ഉണ്ടാവില്ല. ഇങ്ങനെ തട്ടിപ്പുകൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുക ആദ്യം പ്രൊട്ടക്റ്റഡ് ഓഫ് എമിഗ്രൻസിൽ എന്ത് ചെയ്യുക പരാതിപ്പെടുക. ഓക്കെ, പ്രൊട്ടക്റ്റീവ് എമിഗ്രൻസ് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും. രണ്ടാമത് IPC സെക്ഷൻ 420 പ്രകാരം കേസ് ഫയൽ ചെയ്യും. അതായത് അബ്രോഡ് വിദേശത്തുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിട്ട് ബന്ധപ്പെട്ട കേസുകളെ ഡീൽ ചെയ്യുന്ന ഇതാണ് സെക്ഷനാണ് IPC 420. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം ആ കാര്യങ്ങളും ആ ആക്ടിൽ അണ്ടറിൽ എന്ത് ചെയ്യാം നമുക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. അതിന് എന്ത് ചെയ്യുക എംബസിയുമായിട്ട് ബന്ധപ്പെടുക. എല്ലാ രാജ്യത്തും എന്തുണ്ടാവും, ഇന്ത്യക്ക് എംബസീസ് ഉണ്ടാവും. എല്ലാ രാജ്യത്തും ഇന്ത്യക്കാർ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഓഫീസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ രാജ്യത്ത് വേറെ രാജ്യത്തിൻ്റെ എംബസീസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ എവിടെയാണോ കൂടിയത് അവിടെയുള്ള ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നാലാമത് എന്ത് ചെയ്യുക പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രം, ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതാണ് എംബസിയും നമ്മുടെ ഈ എമിഗ്രൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഓൺലൈൻ ഫ്രോഡ് പറയുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ, ഓൺലൈനിൽ നടക്കുന്ന തട്ടിപ്പുകൾ എങ്ങനെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഒന്നാമത് സൈബർ സെല്ല്, നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഓൾറെഡി എന്തൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈബർ സെല്ല് കൂടെ എന്ത് ചെയ്യാം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് സെർട്ട് ഇൻ, അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഈ സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലയിൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത് കംപ്ലയിൻറ്റ് ത്രൂ ദ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ, കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരാതി കൊടുക്കാൻ പറ്റും. ഇതാണ് ചോദിക്കാനൊരു സാധ്യത ഉള്ളത്, മാർക്ക് ചെയ്ത് വെക്കുക. റെഡി. ലാസ്റ്റ് ബാങ്കിങ് ഫ്രോഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് OTP ചോദിച്ചു വിളിച്ചു, OTP കൊടുത്തു, പൈസ പോയി, ലിങ്ക് തൊട്ടു, എന്ത് ചെയ്തു അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നേരെ പോയിട്ട് എന്ത് ചെയ്യാം ബാങ്ക് മാനേജർക്ക് പരാതി കൊടുക്കാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം RBI ഓംബുഡ്സ്മാൻ, ആ ഓംബുഡ്സ്മാൻ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓംബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള ഹയർ ഓഫീഷ്യൽസ് വരുന്നൊരു പോസ്റ്റാണ് ഓംബുഡ്സ്മാൻ. ഇങ്ങനത്തെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ കേസുകളൊക്കെ ഡീൽ ചെയ്യായിരിക്കും ഓംബുഡ്സ്മാൻ ആയിരിക്കും. അത് ഓംബുഡ്സ്മാൻ ബന്ധപ്പെട്ട് ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ആദ്യം ബ്രാഞ്ച് മാനേജർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക, രണ്ടാമത് ഓംബുഡ്സ്മാൻ, ബാങ്കിങ് ഫ്രോഡും മാർക്ക് ചെയ്ത് വെക്കുക. റെഡി. ഹൗ ടു ഫയൽ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കേണ്ട ഒരു ആവശ്യം പോലില്ല.
സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളൊരു കടക്കാരൻ പറ്റിച്ചു കഴിഞ്ഞു, നിങ്ങൾ സാധനം വാങ്ങിയതും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ബില്ല് അല്ലെ എവിഡൻസ് എന്താണുള്ളത്, അല്ലെ വീഡിയോ ഷൂട്ടാണെങ്കിൽ അല്ലെ നമ്മുടെ ബില്ലിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാറണ്ടി കാർഡ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നേരെ എന്ത് ചെയ്യുക, പോവാം, ഒരു വെള്ള പേപ്പറിൽ പരാതി എഴുതി കൊടുക്കുക. ആ ഒരു സാധനമാണ് അവർ ഈ വലിയൊരു പാരഗ്രാഫൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, വെള്ള പേപ്പറിൽ പരാതി എഴുതുക, നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്രേ എന്തുള്ളൂ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഫയൽ എ കംപ്ലൈൻറ്റ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഓഫീസർ കൺസ്യൂമർ ഡീറ്റെയിൽ കംപ്ലൈൻറ്റ് ഒരു വൈറ്റ് പേപ്പർ, ഒരു വെള്ള പേപ്പറിൽ എഴുതാം. സബ്മിറ്റ് ഡയറക്ട്ലി ദ കൺസ്യൂമർ റിഡ്രസൽ കോർട്ട്, നമ്മുടെ പരിഹാര കമ്മീഷനിൽ സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ എവിഡൻസും സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. വെള്ള പേപ്പറിൽ പരാതി എഴുതുക, നമ്മുടെ എന്ത് ചെയ്യാം, കമ്മീഷനിൽ ഡയറക്റ്റ് കൊടുക്കുക, എവിഡൻസ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തുക. എന്ത് ചെയ്യും, ഈ പോയിന്റ് ഒന്ന് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. ഈ ലോഗോ തരും എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ത് ചെയ്യും ചോദിക്കും. 3 ലോഗോകൾ ISI എന്താണ്, നമ്മൾ നോർമലി വാങ്ങുന്ന എല്ലാ സാധനങ്ങളും, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ, സിമെന്റ്, എന്ത് സാധനം അതിൻ്റെ മുകളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ ISI മാർക്ക് ഉണ്ടാവും. ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും, ISI മാർക്ക്. രണ്ടാമത് അഗ്മാർക്ക്, നിങ്ങൾ വീട്ടിലേക്ക് നെയ്യ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ മഞ്ഞ ചിഹ്നം ഉണ്ടാവും. എന്ത് ചെയ്യുക, ഇൻ ദ ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫോറസ്ട്രി പ്രൊഡക്ട്സ്, എന്താണ് കാർഷിക വന ഉൽപ്പന്നങ്ങളിൽ ബന്ധപ്പെട്ടാണെന്ന് അഗ്മാർക്ക് ഓർമ്മിച്ച് വെച്ചാൽ മതി. FSSAI എന്ന സംഭവം, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എവിടെ വരിക, നിങ്ങളൊരു ഫുഡ് പാക്കറ്റ് വാങ്ങി, മിച്ചർ വാങ്ങി, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങി, അതിൻ്റെ ബാക്കിൽ എന്തുണ്ടാവും, ഈ ലോഗോ ഉണ്ടാവും. ഈ ലോഗോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലോഗോ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ 3 ലോഗോസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് വരും. ഇപ്പുറത്ത് ഒരു കൊള്ളിൽ എന്തുണ്ടാവും, നമ്മുടെ ചിത്രം ഉണ്ടാവും, ഇപ്പുറത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, അല്ലെ മാച്ച് ദി ഫോളോയിങ്. റെഡി, മാർക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, റെഡി, കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം. റെഡി, ഇത്ര നേരത്തെ പറഞ്ഞ കേസ് എന്നാണ്, എന്താണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നൊക്കെ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഡെഫിനിഷൻ പോലെ പഠിക്കാം. ഇതേ സെയിം സാധനം എന്ത് ചെയ്യും, അവർ പോയിന്റ് ആക്കിയിട്ട് ഒരു ഒബ്ജക്റ്റീവ്സ് പറയും. സെയിം ഡെഫിനിഷൻ ഇത് കട്ട് ചെയ്ത് വെച്ചാണ് എന്ത് ഒബ്ജക്റ്റീവ്സ്, വേറെ മാറ്റമൊന്നുമില്ല. ശ്രദ്ധിച്ചോ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ്. എന്ത് ചെയ്യുക, ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം കൊടുക്കുക. എന്തിനൊക്കെ കുറിച്ച്, അബൌട്ട് ദെയർ റൈറ്റ്സ്, അവകാശങ്ങളെ കുറിച്ച്. നമുക്ക് എന്തൊക്കെ ഒരു തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് കിട്ടും എന്നതിനെ കുറിച്ചുള്ളതാണ് റൈറ്റ്സ്. രണ്ടാമത് റെസ്പോൺസിബിലിറ്റീസ്, നമുക്കൊരു സാധനം വാങ്ങുമ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കരുത്. കൊടുക്കാൻ പറ്റുമോ, അല്ല അതൊരു എത്തിക്സിന് മോശമാണ്, അത് ലീഗലി ശരിയല്ല. അപ്പോൾ നമ്മൾ ഒരു കൺസ്യൂമർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. പിന്നെ ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, നമുക്കുള്ള ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും അതിനെക്കുറിച്ച് നമുക്കൊരു കൺസ്യൂമറിൻ്റെ ഐഡിയ വേണം. പിന്നെ എന്താണ് വിപണികളിലെ വ്യത്യാസങ്ങൾ, ഓൺലൈൻ മാർക്കറ്റും ഓഫ്ലൈൻ മാർക്കറ്റും മാറ്റം ഉണ്ടാവും. നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങുന്നതും അല്ലേ ഓൺലൈനിൽ സാധനം വാങ്ങുക, ചിലപ്പോൾ ആദ്യം പൈസ കൊടുക്കേണ്ടി വരും. ഈ മാറ്റങ്ങളെക്കുറിച്ചും ഈ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടക്കാതെ ശ്രദ്ധിക്കാന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നത് ഉപഭോക്തൃ വിദ്യാഭ്യാസം. ലാസ്റ്റ് ഉപഭോക്തൃ നിയമങ്ങൾ അഥവാ കൺസ്യൂമർ ലോസ്. നിങ്ങൾ എന്ത് ചെയ്തു, ഒരു കടക്കാരെ പറ്റിച്ചു, എന്ത് ചെയ്യണം, എവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ വേണ്ടേ. എന്ത് ചെയ്യുക, എവിടെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, എന്ത് ആക്ഷനാണ് ഉണ്ടാവുക, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ എവിഡൻസ് ആണ് വേണ്ടതെന്നതിനെ കുറിച്ച് ഒരു കൺസ്യൂമറിന് ഒരു ഐഡിയ വേണം. അത് നമ്മൾ പറയുന്നവരാണ്. ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ കൺസ്യൂമറിന് ഒരു ഐഡിയ കൊടുക്കണം എന്നുള്ളതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ആ ഡെഫിനിഷൻ എന്ത് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കും കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം. ഒരു 7 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ സെയിം റൈറ്റ്സ് ഈ ഡെഫിനിഷൻ തന്നെ സ്പ്ലിറ്റ് ചെയ്താണ്. അത് നോക്കി വെക്കാം. അതെ, അപ്പോൾ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഓക്കെ അല്ലേ. റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസിനെ കുറിച്ചും ഡിഫറൻസ് ഇൻ മാർക്കറ്റ്, ഓൺലൈൻ മാർക്കറ്റും ഓഫ്ലൈൻ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസങ്ങളെക്കുറിച്ചും കൺസ്യൂമർ ലോസ്, ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് എന്ത് കൊടുക്കണം, ഒരു സാധനം വാങ്ങുന്ന ആൾക്ക്, ഒരു കൺസ്യൂമറിന്, ഉപഭോക്താവിന് ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്. റെഡിയാണ്. ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ്, നേരത്തെ നമ്മൾ ഡെഫിനേഷൻ ഓൾറെഡി പറഞ്ഞ സംഗതിയാണ് എന്ത്, ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ് എന്നുള്ളത്. ഓക്കെ, ഒന്നാമത് ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ്, എന്ത് ചെയ്യാം, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ ആക്ടിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്തിനാ, നമുക്ക് ഈ പഠിപ്പിച്ചു തന്നത് എന്തിനാ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ അത് നോക്കുമ്പോൾ അവകാശങ്ങൾ എന്തൊക്കെ നമുക്ക് അറിയണ്ടേ, അത് റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് ടു മേക്ക് കൺസ്യൂമേഴ്സ് അവെയർ അബൌട്ട് ദെയർ റെസ്പോൺസിബിലിറ്റീസ്, അവർ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കി. ഇതൊക്കെ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ സെയിം പോയിന്റ്സാ, അന്ന് എഴുതി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരു കടയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ഓഫ്ലൈൻ മാർക്കറ്റ് ഓൺലൈൻ മാർക്കറ്റ് നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക. എൻഷുർ സേഫ്റ്റി ഇൻ ട്രേഡ്, എസ്പെഷ്യലി ഓൺ ഓൺലൈൻ ട്രേഡ്. ഏതെങ്കിലും ഫേക്ക് സൈറ്റ് കയറി സാധനങ്ങൾ വാങ്ങാം, അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം, ഏതാണ് ഫേക്ക് സൈറ്റ്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, കൺസ്യൂമറിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്താണ് ഈ
കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു ഐഡന്റിഫൈ എത്തിക്സ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദി മാർക്കറ്റ്. എന്താണ്? വിപണിയിലെ ധാർമ്മികതയും നിയന്ത്രണങ്ങളും തിരിച്ചറിയാം. ഒരു മാർക്കറ്റ് പോകുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് നമ്മളൊരു കൺസ്യൂമർ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് നീളുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സംരക്ഷണ നിയമങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക. എന്താ പറഞ്ഞത്? അവയർനെസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്. ഒരു സാധനം തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമങ്ങളെക്കുറിച്ചും എന്ത് നിയമം ഏത് നിയമപ്രകാരമാണ് ഇപ്പോൾ നമ്മളെല്ലാം പഠിച്ചു. ഈ ചാപ്റ്റർ നമ്മളെല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണെന്നുള്ള നിയമങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഒരു അവയർനെസ് കിട്ടണമെങ്കിൽ നമ്മളിത് പഠിച്ചുകൊണ്ടല്ലേ. അതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ടു എൻഷുർ ഹെൽത്ത് സേഫ്റ്റി നമ്മൾ നോക്കേണ്ട ഹെൽത്ത് സേഫ്റ്റി. അല്ലെങ്കിൽ കടക്കാരൻ പറഞ്ഞു ഈ സാധനം 2 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ അത് കംപ്ലൈന്റ് ആവും, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ ബോഡിക്ക് നല്ല എന്ന് പറഞ്ഞിരും. ഇല്ല, നമുക്ക് എന്ത് വേണം? അതിനെക്കുറിച്ച് ഐഡിയ വേണം. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഫേക്ക്, എന്തൊക്കെ ഹെൽത്തിന് ഓക്കെ അല്ലാത്തത്, ആരോഗ്യപരമായി നല്ലതല്ലാത്ത സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒഴിവാക്കുള്ളൂ. കടക്കാരൻ പറയില്ല ലേസ് എല്ലാ ദിവസവും കഴിച്ചാൽ ഹെൽത്ത് ഓക്കെ അല്ലെന്ന് കടക്കാരൻ പറയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ശ്രദ്ധിക്കണേ. നമുക്ക് എന്ത് വേണം? കൺസ്യൂമർ എഡ്യൂക്കേഷൻ വേണം. ഹെൽത്ത് സേഫ്റ്റി അല്ലെങ്കിൽ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ നമുക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷൻ വേണം. ലാസ്റ്റ് പോയിന്റ്, ടു പ്രൊമോട്ട് കൺസ്യൂമർ ജസ്റ്റിസ്. ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. എന്താ ഉപഭോക്തൃ നീതി? നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ എല്ലാ ജില്ലയിലെയും എല്ലാ സ്കൂളിലെയും എല്ലാ 10ാം ക്ലാസ്സിലും ഈ ചാപ്റ്റർ പഠിക്കും. അത് ഓരോരുത്തരും നിങ്ങളുടെ നാട്ടിൽ എന്ത് ചെയ്തു? ഒരു കടക്കാരെ നിങ്ങളെ പറ്റി ചെയ്യുന്നു, എന്തെങ്കിലും ഫ്രോഡ് പരിപാടി, MRP-നേക്കാൾ കൂടുതൽ വില കൊടുത്ത് സാധനം വാങ്ങി, നിങ്ങൾ എന്ത് ചെയ്തു? കംപ്ലൈൻറ്റ് കൊടുത്തു, ആ കടക്കാരന് ഫൈൻ കിട്ടി. പിന്നെ ആ ഏരിയയിലെ കച്ചവടം ആരെങ്കിലും പറ്റിക്കോ? ഇല്ല. ഇതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരും ഓരോ തട്ടിപ്പുകൾക്കെതിരെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ തട്ടിപ്പുകൾ നടക്കുമോ? ഇല്ല. ഈ കൺസ്യൂമേഴ്സിന് ജസ്റ്റിസ് കിട്ടൂലേ? എല്ലാവരെയും കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ എല്ലാ കൺസ്യൂമേഴ്സിനും ജസ്റ്റിസ് എൻഷുർ ചെയ്യാനുള്ളതാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒബ്ജക്റ്റീവ്സ്. ഉപഭോക്തൃ നീതി അതാ പറഞ്ഞത്. അത് എല്ലാ ആൾക്കാർക്കും ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ ആൾക്കാരെയും പറ്റിക്കാൻ പറ്റുമോ? എല്ലാ ആൾക്കാർക്കും എവിടെ കംപ്ലൈൻറ്റ് കൊടുക്കണം, എങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് അറിയെങ്കിൽ പിന്നെ കടക്കാർക്ക് ഇതിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് കൺസ്യൂമർ ജസ്റ്റിസ്. ഇത്ര നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി മാർക്ക് ചെയ്ത് വെക്കുക. യൂട്ടിലിറ്റി 2 ടൈപ്പ്, മാർജിനലും ടോട്ടലും. സീമാന്ത ഉപയുക്തതയും മൊത്തം ഉപയുക്തം നമ്മളൊരു കമ്പാരിസൺ. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ പഠിപ്പിച്ച സെയിം എക്സാമ്പിൾ വരാം, വേറെ എക്സാമ്പിൾ വരാം. നമ്മൾ പഠിപ്പിച്ച അതേ ഓർഡറിൽ കള്ളി വരാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കള്ളി മാത്രം വരും. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് പറഞ്ഞത്, ബൈ ഹാർട്ട് പഠിക്കരുത്, ലോജിക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ കൺസ്യൂമർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ടൈപ്സ് ഓഫ് ഫ്രോഡ്സ്, ഓക്കെ. പിന്നെ എന്താണ് ഈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ. കൺസ്യൂമർ കോർട്ടിനെ പറ്റി എന്തെങ്കിലും ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾ ആക്ട് ചെയ്ത് കൊടുക്കുക, 1986 ആക്ട്. പിന്നെ സ്ട്രക്ചർ എഴുതി കൊടുക്കുക. പിന്നെ അതിന് 3 കൗൺസിൽ എഴുതി കൊടുക്കുക. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു.